എക്സാം പോയിന്റ് ക്രിസ്മസ് ലൈവ് സെഷൻ. എല്ലാവരും നാളത്തെ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഏകദേശം അവസാനിപ്പിച്ച് നിൽക്കുന്ന സമയമായിരിക്കും അല്ലേ? സോ നിങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വീണ്ടും നമ്മുടെ എക്സാം പോയിന്റ് നിങ്ങൾക്ക് വേണ്ടി ക്രിസ്മസിന്റെ പോർഷൻസ് കവർ ചെയ്തുകൊണ്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന ഒരു ലൈവ് സെഷൻ ആണ് തരുന്നത്. ഓക്കെ, സോ കുറച്ച് പേരൊക്കെ ഓണം എക്സാം കഴിഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നു, കുറച്ച് പേര് നമുക്ക് റിപ്ലൈ തന്നിരുന്നു, കുറേ ക്വസ്റ്റ്യൻസ് റിപ്ലൈ മീൻസ് നമ്മൾ പറഞ്ഞത് തന്നെ ചോദിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് കുറച്ച് പേര് നമ്മുടെ അടുത്ത് പറഞ്ഞു അതേപോലെ തന്നെ ക്രിസ്മസിനും ലൈവ് സെഷൻസ് വേണം, എന്നാലാണ് നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുക, പഠിക്കാൻ പറ്റുന്നത്, ലാസ്റ്റ് മിനിറ്റ്സ് ട്രിക്കൊക്കെ യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വീണ്ടും ഒരു ക്രിസ്മസ് എക്സാംസ് വരികയാണ് അല്ലെ, എല്ലാവരും ക്രിസ്മസിന്റെ മൂഡിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ടീച്ചർ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ ഇന്ന് കൺസെപ്റ്റുകളല്ല ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുക. ഡൗട്ട് ഉള്ളതെല്ലാം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഫൈൻ. ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് നമ്മുടെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ക്ലാസ്സിൽ പോകുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും അല്ലേ? നാളെ പേപ്പർ കിട്ടും, ഇന്ന് ടീച്ചർ പേപ്പർ തരും, അയ്യോ മാർക്ക് ഉണ്ടാവോ എന്ന് പറയുന്ന ടെൻഷനുകളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഇനി അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള ടെൻഷൻസും നിങ്ങൾക്ക് വേണ്ട. കാരണം നമ്മൾ എക്സാമിന് വരാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഏതെങ്കിലും പോർഷൻ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് ടഫ് ആണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഡോണ്ട് വറി, എക്സാം പോയിന്റ് ഈസ് വിത്ത് യു ടു ഹെൽപ്പ് യു. ഓക്കെ, നമ്മൾ ഈ ചുരുക്കം സമയത്ത് എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഹായ് അമൃതയൊക്കെ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അമൃതയൊക്കെ നമ്മുടെ ഓണം എക്സാമിനും ഉണ്ടായ കുട്ടികളായിരുന്നു. സോ ഐ എം റിമെമ്പറിങ് യു. ഓക്കെ, ഫൈൻ. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇതിനു മുമ്പ് ടീച്ചർ എല്ലാവർക്കും അറിയും, പക്ഷെ കുറച്ച് പേർക്ക് അറിയാത്തൊരു കാര്യം ടീച്ചർ പറഞ്ഞു തരാണ്. നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് അല്ലേ? ക്ലാസ് 5ന്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് എക്സാം പോയിന്റിന്റെ. അപ്പം നിങ്ങളുടെ പാരൻസിന്റെ സഹായത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ടീച്ചർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പം നിങ്ങൾക്ക് ഡിസംബർ കഴിഞ്ഞതും എന്താവും, നമ്മുടെ മാർച്ചിൽ എക്സാം ആവും, ആനുവൽ എക്സാം ആവും. അപ്പോൾ ഈ ആനുവൽ എക്സാമിന്റെ ലൈവും അതിൻ്റെ PDF-ഉം നോട്ടും എല്ലാം നിങ്ങൾക്ക് ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പൊ സപ്പോസ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുക, നിങ്ങൾ ഈ ലിങ്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പഠിച്ചു പോവും, നമ്മുടെ ഫ്രണ്ട്സിന് ഒന്നും അറിയാത്തൊരു സിറ്റുവേഷൻ വരും അല്ലേ? സോ ഡു ഹെൽപ്പ് ദം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് സോഷ്യൽ സയൻസ് റിവിഷൻ. അപ്പൊ എന്തായി, എല്ലാവരും പഠിച്ചു കഴിഞ്ഞോ? ഏതെങ്കിലും പോർഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ടീച്ചർ വീണ്ടും പറയുകയാണ്. സോ നമുക്ക് നമ്മുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്ന് നോക്കാം. എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് 25 അല്ലെ, ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 25 ആണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്ക് 2 hours ഉണ്ട് എക്സാമിന്, റൈറ്റ്? So you are required to answer 5 of the 7 activities given. നമുക്ക് 7 ആക്ടിവിറ്റി തന്നിട്ടുണ്ടാവും. ഇതിൽ 5 എണ്ണത്തിന് വേണം നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട്. ഈ ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴെയുള്ള സബ് ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ 2 എണ്ണം ചെയ്തിട്ട് മൂന്നാമത്തെ ചെയ്തില്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ ആണെങ്കിൽ എത്ര ക്വസ്റ്റ്യൻ ആണോ അതിനനുസരിച്ച് സബ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ ആൻസർ ചെയ്യണം. അപ്പം ഇത്രയും സബ് ക്വസ്റ്റ്യൻ ഞാൻ എങ്ങനെ ആൻസർ ചെയ്യും ദൈവമേ എന്നൊന്നും ആരും ആലോചിക്കേണ്ട. സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ടീച്ചർ അത്രയും കോൺഫിഡൻ്റ് ആണ്, കാരണം നമ്മൾ അത്രയും സിമ്പിളായിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നാളെ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റണ പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യണത്. ഓക്കെ, ഐ എം റെഡി. സോ ഐ തിങ്ക് യു ടു ആർ റെഡി. നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണ് എക്സാമിനുള്ളത് അല്ലേ? ഏതൊക്കെയാണ് നമ്മുടെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്? ചാപ്റ്റർ 5 ലെറ്റ്സ് ഡ്രോ ആൻഡ് റീഡ് ഉണ്ട്. ചാപ്റ്റർ 6 പീപ്പിൾ ബൈ ദ പീപ്പിൾ. ചാപ്റ്റർ 7 Transport and Communication System, and Chapter 8 Know Our Land. Okay, ഈ 4
4 ഡിഫറെന്റ് ടൈപ്സിലുള്ള ചാപ്റ്റേഴ്സ് ആണ് അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്. ഈ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് പഠിക്കാന്ന് നമുക്ക് നോക്കാം. സോ ഈ ലിങ്ക് നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എന്നിരുന്നാൽ മാത്രമാണ് അവർക്കും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. So chapter 5, let's begin with let's draw and read. Okay, എന്താണ്? നമുക്ക് വായിക്കാം വരയ്ക്കാം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്തിനെയൊക്കെ കുറിച്ചാണ് പഠിക്കുന്നത്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? യെസ്, വി ആർ സ്റ്റഡിങ് അബൌട്ട് ഡയറക്ഷൻ അല്ലെ? ദിശകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ എന്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്? മാപ്പുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്? ഗ്ലോബിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡയറക്ഷൻ, മാപ്പ് ആൻഡ് ഗ്ലോബ്, ഇത് 3 കാര്യങ്ങളും സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ ഇതിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ഇതിന്റെ ബേസിക് നോളേജ് ഉണ്ടെങ്കിൽ ഇതിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാം. അപ്പൊ ടീച്ചർ ഈ ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന മുമ്പ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് ബേസിക് തറോ ആക്കി തരാം. ഓക്കെ, നമുക്കറിയാം ഡയറക്ഷന്റെ ബേസിൽ നിന്നാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡയറക്ഷനെ കുറിച്ച് നമുക്ക് പഠിക്കണം മുമ്പ് ഒരു ചെറിയൊരു കാര്യം പഠിക്കണം, തെറ്റരുത്. അതുകൊണ്ടാണ് ടീച്ചർ ഇപ്പൊ ഇത് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഇങ്ങനെയാണ് നമ്മുടെ ഡയറക്ഷൻ കിടക്കുന്നത് അല്ലെ? ആണല്ലോ, ഇങ്ങനെയാണ് നമ്മുടെ ഡയറക്ഷൻ. അപ്പൊ ഈ മുകളിലെ ആളാരാണ്? ദാറ്റ് ഈസ് നോർത്ത് ആണ്. മുകളിലെ ആളാരാണ്? നോർത്ത് ആണ്. അപ്പൊ ഈ നോർത്ത് എന്ന് നിങ്ങൾക്ക് തെറ്റരുത്, മുകളിലേക്കുള്ള മുകളിലേക്കാണ് അല്ലെ? അപ്പൊ മുകളിൽ കിടക്കണ ആള് നോർത്ത്. നോർത്തിന്റെ താഴെ ആരാ? സൗത്ത് ആണ്. നോർത്തിന്റെ താഴെ ആരാണ്? സൗത്ത് ആണ്. നമ്മൾ എപ്പോഴും ഒരു മാപ്പിന്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് വേണം സംസാരിക്കാൻ. മാപ്പിന്റെ ഭാഗത്ത് നിന്ന് വേണം സംസാരിക്കാൻ. കാരണം നമ്മുടെ റൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്, പക്ഷെ മാപ്പിന്റെ റൈറ്റ് ഏതാണ്? ഇതാണ്. മനസ്സിലായോ ഡിഫറൻസ്? അപ്പൊ ടീച്ചർ ഇപ്പൊ പറയുന്നത് മാപ്പിന്റെ പേഴ്സ്പെക്റ്റീവിലാണ്, എക്സാമിന് ചോദിക്കുന്നതും മാപ്പിന്റെ പേഴ്സ്പെക്റ്റീവിലാണ്. അപ്പൊ മാപ്പിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഇത് ഏതാണ് ഭാഗം? വെസ്റ്റ് ആണ്. ഓക്കെ, വെസ്റ്റ്. ഇപ്പുറത്ത് ആരാണ്? ഈസ്റ്റ് ആണ്. അപ്പൊ ഇത് തെറ്റരുത്. മോളില്. ഓക്കെ, നീനുവും സാമും എങ്ങോട്ട് പോയി? വെസ്റ്റ് ബംഗാളിലേക്ക് പോയി. അവരെന്ത് കണ്ടു? അവിടെ നിന്ന് എലിഫന്റിനെ കണ്ടു. അപ്പൊ നീനും സാമും വെസ്റ്റ് ബംഗാളിലേക്ക് പോയിട്ട് അവര് എലിഫന്റിനെ കണ്ടു. അപ്പൊ ഇനി തെറ്റുവോ? ഡയറക്ഷൻ തെറ്റുവോ? നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഇനി ഡയറക്ഷൻ തെറ്റരുത് കേട്ടോ. So let's move to the first question. അപ്പൊ എല്ലാരും റെഡി അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ഫസ്റ്റ് ക്വസ്റ്റ്യനില് ഒരു ആൺകുട്ടി, ഒരു പിക്ചറൈസ് ചെയ്ത ഒരു ഫിഗർ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ? ഒരു ആൺകുട്ടി നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇത് പേജ് നമ്പർ 102 ഓഫ് ദ എക്സാം പോയിന്റ് ടേം 1 ഗൈഡ്. നമ്മുടെ ടേം 1 ഗൈഡിന്റെ സോഷ്യൽ സയൻസിന്റെ ടേം 1 ഗൈഡിലെ 102ാമത്തെ പേജിൽ ഇത് ക്ലിയർ ആയിട്ട് ഈ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഗൈഡ് ഉണ്ടാവുന്ന ടീച്ചർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അതൊന്ന് റെഫർ ചെയ്യാം. അപ്പൊ ഇത് വെച്ചിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് അജി ഫേസിംഗ് ഇൻ ദിസ് പിക്ചർ? ഇതിലെ ഏത് ഡയറക്ഷനിലാണ് അജി ഫേസ് ചെയ്യുന്നത് എന്നാണ്. അപ്പൊ നമുക്ക് നോക്കൂ, ഹിയർ വി ക്യാൻ സീ ദാറ്റ് ഇവിടെയാണ് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത്. അപ്പൊ സൂര്യൻ എവിടെയാണ് ഉദിക്കുക? സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് അല്ലേ? അപ്പൊ ഇത് ഈസ്റ്റ് ആണെങ്കിൽ അജി നിൽക്കുന്നത് എവിടെയാണ്? വെസ്റ്റിലാണ്. അപ്പൊ ഇത് വെസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈസ്റ്റ് വെസ്റ്റ് ആയി. അപ്പൊ വെസ്റ്റിന്റെ ഇപ്പുറത്ത് ആരായിരിക്കും? മുകളിൽ ആളാരാണ്? നോർത്ത് ആണ് അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ നോർത്ത് ആയി, റൈറ്റ് ഇവിടെ സൗത്ത് ആയി. അപ്പൊ ഡയറക്ഷൻ നമുക്ക് കിട്ടി. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് ഡയറക്ഷൻ കിട്ടി. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് അജി ഫേസിംഗ് ഇൻ ദിസ് പിക്ചർ? ഈ പിക്ചറിൽ ഏത് ഡയറക്ഷനിലാണ് അജി നോക്കുന്നത്? നമുക്കറിയാം ഈ പിക്ചറിലെ വെസ്റ്റ് ഭാഗത്തേക്കാണ് അജി നോക്കുന്നത് അല്ലെ? സൂര്യന്റെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വെസ്റ്റ് ഭാഗത്തിലേക്കാണ് അജി നോക്കുന്നത്. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, to which direction is Aji's right hand stretched out? What about his left hand? Okay, ഏത് ഡയറക്ഷനിലാണ് അജിന്റെ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും? ഏത് ഡയറക്ഷനിലാണ് നോക്കൂ.
അജിയുടെ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് നോർത്ത് ഡയറക്ഷനിലും ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണ്? സൗത്ത് ഡയറക്ഷനിലും ആണ് അല്ലേ? അപ്പോ അതും ക്ലിയർ ആയി. Then to which direction does അജീസ് ഷാഡോ ഇൻഡിക്കേറ്റ്? അജിയുടെ ഷാഡോ നിഴൽ ഏത് ഭാഗത്തിലേക്കാണ്? നോക്കൂ, യെസ്, ഫ്രണ്ടിലോട്ടാണ് അല്ലെ? ഫ്രണ്ടിലാണ് നിഴൽ നിൽക്കുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ ഇൻ ദ വെസ്റ്റ്. അതും എവിടേക്കാണ്? വെസ്റ്റിലേക്കാണ്. Then which is the direction, opposite direction of that അജി faces? അപ്പൊ അജി ഇപ്പൊ നോക്കി നിൽക്കുന്നത് വെസ്റ്റിലേക്കാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ വെസ്റ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഏതാ? യെസ്, ഓപ്പോസിറ്റ് ഇസ് ഈസ്റ്റ് ആണ് അല്ലെ? അപ്പൊ അജിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈസ്റ്റ് ആണ്. ഓക്കെ, സോ ദിസ് ആർ ദ ആൻസേഴ്സ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് ചോദിക്കുക. എന്താണ് അജി എങ്ങോട്ടാണ് നോക്കി നിൽക്കുന്നത്? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും ഡയറക്ഷൻ മനസ്സിലാക്കി വെക്കുക. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഡയറക്ഷൻ മനസ്സിലാക്കാനുള്ള ട്രിക്ക് ടീച്ചർ പറഞ്ഞു തന്നു. ഫൈൻ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണോ നോക്കിക്കോളൂ കേട്ടോ. അജി ഇപ്പൊ അങ്ങോട്ട് തിരിഞ്ഞു നിന്നു. അജിക്ക് ഇത്ര നേരം ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ബോറടിച്ചപ്പോ അജി കുറച്ചു നേരം സൂര്യനെ നോക്കി നിൽക്കാണ്. നിങ്ങൾ നിൽക്കാറുണ്ടോ സൂര്യനെ നോക്കിയിട്ട്? ഓക്കെ, സോ ലെറ്റ്സ് സീ. അജി ഈസ് സ്റ്റാൻഡിങ് നിയർ ഹിസ് ഹൗസ് ഫേസിംഗ് ദ റൈസിംഗ് സൺ. ഓക്കെ, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് അജീസ് ഫേസിംഗ്? ഏത് ഡയറക്ഷനിൽ നോക്കിയിട്ടായിരിക്കും അജി നിൽക്കുന്നുണ്ടാവുക? യെസ്, ദാറ്റ് ഈസ് ഈസ്റ്റ് അല്ലേ? കാരണം സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ്? ഈസ്റ്റ് ഭാഗത്താണ്. അപ്പൊ അജി നോക്കി നിൽക്കുന്നത് ഈസ്റ്റിലേക്കാണ്. ഇവിടെ എന്തായിരിക്കും? വെസ്റ്റ് ആണ്. ഇവിടെ എന്താ? സൗത്ത് ആണ്. ഇവിടെ നോർത്ത് ആണ്. ക്ലിയർ? സോ to which direction has Aji stretched out his right hand and what about his left hand? അപ്പോൾ റൈറ്റ് ഹാൻഡ് എങ്ങോട്ടാണ്? സൗത്തിലേക്കാണ്. ലെഫ്റ്റ് ഹാൻഡ് എങ്ങോട്ടാണ്? നോർത്തിലേക്കാണ്. ക്ലിയർ? Then in which direction is indicated by Aji's shadow? അജിയുടെ ഷാഡോ എങ്ങോട്ടാണ് എന്നാണ്. അജി നിൽക്കുന്നത് ഇവിടെയാണ്. അജിയുടെ ഷാഡോ നമുക്ക് ഈ ഭാഗത്ത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ അജിയുടെ ഷാഡോ എങ്ങോട്ടാണ്? വെസ്റ്റിലേക്കാണ്. അപ്പൊ ക്ലിയർ ആയില്ലേ? അജി അങ്ങോട്ട് തിരിഞ്ഞാലും അജി ഇങ്ങോട്ട് തിരിഞ്ഞാലുമുള്ള ഡയറക്ഷൻ നമുക്ക് മനസ്സിലായി. ഓക്കെ, then the sketch of Akhil's school is given below. Observe the sketch and complete the table. അപ്പൊ അഖിലിന്റെ സ്കൂളിന്റെ ഒരു സ്കെച്ച് നമുക്ക് തന്നിട്ടുണ്ട്. ഈ സ്കെച്ച് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. ദിസ് വാസ് ഇൻ ദ പേജ് 103. ഓക്കെ, നമ്മുടെ എക്സാം പോയിന്റ് ടേം 1-ലെ പേജ് 103-ല് നമ്മൾ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടാവുമല്ലോ, ഒന്ന് ഇത് റെഫർ ചെയ്ത് നോക്കണം. സോ ഇതാണ് നമ്മുടെ പിക്ചർ. ഓക്കെ, to which direction of the basketball court is the office building indicated? ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ ഏത് ഭാഗത്തായിട്ടാണ് ഓഫീസ് ബിൽഡിംഗ് ഉള്ളത്? അപ്പൊ ഇങ്ങനെ ഒരു സ്കെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണം. ഇവിടെ നോർത്ത് ആണ്, ഇവിടെ സൗത്ത് ഉണ്ട്, ഇവിടെ എന്താണ്? യെസ്, ഇവിടെ ഈസ്റ്റ് ആണ്, വെസ്റ്റ് ആണ്. നമ്മൾ പഠിച്ചു അല്ലേ? നീനും സാമും വെസ്റ്റ് ബംഗാളിൽ നിന്ന് എലിഫന്റിനെ കണ്ടു, നമ്മൾ പഠിച്ചു. അപ്പൊ ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ ഏത് ഭാഗത്തായിട്ടാണ് കോർട്ടിന്റെ ഏത് ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്റ്റാഫ് റൂം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഭാഗത്താണ്? ദാറ്റ് വാസ് ഓൺ ദ ഈസ്റ്റ് വേർഡ് അല്ലേ? അതെവിടെയാണ്? ഈസ്റ്റിലാണ്. ക്ലിയർ? Then to which direction of the basketball court is the entrance of the school located? ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ ഏത് ഭാഗത്താണ് എൻട്രൻസ് ഗേറ്റ്? എവിടെയാണ് എൻട്രൻസ് ഗേറ്റ്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എൻട്രൻസ് ഗേറ്റ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് അല്ലേ? ഇറ്റ് വാസ് ഓൺ ദ സദേൺ പാർട്ടിലാണ് വരുന്നത്. ഓക്കെ, then third question നോക്കാം. To which direction of the toilets complex are the library and the reading room located? ടോയ്ലറ്റിന്റെ ഏത് ഭാഗത്തായിട്ടാണ് ലൈബ്രറിയും റീഡിംഗ് റൂമും വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ലൈബ്രറി ഒക്കെ എവിടെയാണ്? ഇവിടെയാണ് അല്ലെ? ഇവിടെയാണ് നമ്മുടെ ലൈബ്രറി നിൽക്കുന്നത്. സോ ലൈബ്രറി ഇവിടെയാണ്. ഇത് ഏത് ഭാഗമാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് വാസ് ഓൺ ദ സദേൺ സൈഡ്. ക്ലിയർ ആവണില്ലേ? നമ്മൾ ആദ്യം എന്ത് ചെയ്താൽ മാത്രം മതി? നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും എഴുതി വെക്കാം.
ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, then to which direction of the building with the storeroom is the kitchen located? ഓക്കെ, നമ്മുടെ കിച്ചൺ ഏത് ഭാഗത്തായിട്ടാണ്? ഇത് നമ്മുടെ നോർത്ത് ഭാഗത്തായിട്ടാണ്. Then the final question, to which direction should one move from the auditorium to exit through the entrance gate? ഓക്കെ, ഓഡിറ്റോറിയത്തിൽ നിന്നും വന്ന ആൾക്ക് എൻട്രൻസ് വഴി പുറത്തു പോകണമെങ്കിൽ, എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഏതിലൂടെ ആയിരിക്കും പോവാ? യെസ്, അതും സൗത്തിലാണ് അല്ലെ. എൻട്രൻസ് ഗേറ്റ് എന്ന് പറയുന്നത് സദേൺ പാർട്ടിലാണ്. അപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഡയറക്ഷന്റെ ക്വസ്റ്റ്യൻ എഴുതേണ്ടത് എന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതെന്താ? ഇന്ത്യ മാപ്പ് ആണ് അല്ലെ. ഇന്ത്യ മാപ്പ് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. How can you find the direction on this map hanging on the wall? വാളിൽ ഹാങ് ചെയ്തിരിക്കുന്ന ഈ ഇന്ത്യൻ മാപ്പിൽ നിന്നും നമ്മൾ ആൻസർ കണ്ടുപിടിക്കണം, ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ് ആൻസർ? ടോപ്പിൽ ആരാണ്? ടോപ്പിൽ ഏത് ഭാഗമാണ്? യെസ്, ടോപ്പിൽ എപ്പോഴും നോർത്ത് ആണ് അല്ലെ. ടോപ്പില് നോർത്ത് ആണ്. ബോട്ടം, അതിന്റെ താഴത്തെ തട്ടിൽ ആരാണ്? യെസ്, ദാറ്റ് ഈസ് സൗത്ത് ആണ്. ക്ലിയർ? Then right side. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കും, നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് റൈറ്റ് സൈഡ് ഇതാണ് എന്ന് വിചാരിക്കും. അല്ല, ടീച്ചർ ആദ്യമേ പറഞ്ഞു മാപ്പിന്റെ പെർസ്പെക്റ്റീവില് റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അപ്പൊ ഇവിടെ ആരാണ്? വെസ്റ്റ് ആണ്. വെസ്റ്റ് ബംഗാളിലേക്ക് പോയി എന്നാണ് നമ്മൾ പറയണത്. സോ ദിസ് ഈസ് വെസ്റ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ആരാണ്? ദാറ്റ് ഈസ് ഈസ്റ്റ് ആണ്. ക്ലിയർ? അപ്പൊ മാപ്പിന്റെ പെർസ്പെക്റ്റീവില് വേണം നമ്മൾ എപ്പോഴും ആൻസർ ചെയ്യാൻ ട്ടോ. Then B question നോക്കാം. Name a device used to find the direction. Direction കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? ഏതാണ് ഡിവൈസ്? ദാറ്റ് ഈസ് കോമ്പസ്. എന്താണ് ഡിവൈസ്? ഏതാണ്? കോമ്പസ് ആണ്. നമ്മളെ മറ്റേ മാത്സിന് വരയ്ക്കുന്ന കോമ്പസ് അല്ല. ദേ ഇവിടെ ടീച്ചർ പിക്ചർ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇതാണ് നമ്മൾ കോമ്പസ് എന്ന് പറയുന്നത്. ഫൈൻ. അപ്പൊ ഇത്രയും മനസ്സിലായില്ലേ? ഡയറക്ഷൻ പഠിച്ചു. ഡയറക്ഷൻ മെഷർ ചെയ്യുന്ന ഡിവൈസ് ആണ് കോമ്പസ്. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? ഓക്കെ, then define direction. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഡയറക്ഷൻ? ഇറ്റ് ഈസ് എ പർട്ടിക്കുലർ വേ ടു ഗെറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഓക്കെ, ഒരു സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡയറക്ഷൻ. നമ്മൾ പറയും അല്ലേ, നമ്മുടെ വീടിന്റെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുണ്ട് അല്ലേ. നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ പറയും അല്ലേ, ഇന്ന ഷോപ്പിന്റെ റൈറ്റ് സൈഡിലാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയും. അപ്പൊ ഇതെല്ലാം എന്താണ്? ഡയറക്ഷൻ ആണ്. അപ്പൊ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സിഗ്നലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, മാപ്പിലൊക്കെ കാണാൻ പറ്റുന്ന നോർത്ത് സൈഡ് ഒക്കെയാണ് ഇത്. ഓക്കെ, so let's move to the next question. Identify the instrument and explain. ഈ ഇൻസ്ട്രുമെന്റിനെ ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഇത് ഏതാ ഇൻസ്ട്രുമെന്റ്? ഇപ്പൊ ടീച്ചർ പറഞ്ഞേ ഉള്ളൂ അല്ലേ. The instrument is compass. ഇതിന്ന് എന്തായാലും നമുക്ക് ചോദ്യം ചോദിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഏത് ഇൻസ്ട്രുമെന്റ് ആണ്? കോമ്പസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. A compass is an instrument used to find the direction. Direction കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് കോമ്പസ്. Clear? Okay. This instrument is based on the principle that a freely moving magnetic needle will remain in the north-south direction. എന്താണ്? ഒരു നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് നമുക്ക് ഈ പറയുന്ന കോമ്പസ് കാണാനായിട്ട് പറ്റുക. ഇതിൽ എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് കാണാം. ഇതേ കണ്ടോ, ഈ പൊസിഷൻ കണ്ടോ ഇവിടെ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ നീഡിൽ എന്ന് പറയുന്നത്. A specially marked tip of the needle indicates north. എന്താണ് പറയാൻ പറ്റുന്നത്? ഇതില് സ്പെഷ്യലി ഇവിടെ ഒരു കളർ ചേഞ്ച് നമുക്ക് കാണാം. ഇതാണ് നോർത്തും സൗത്തും ഒക്കെ ഇതാക്കാൻ വേണ്ടി നമ്മൾ നോർത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഭാഗമാണ്. This instrument has been used by the sailors ancient times to find the direction on sea voyages. എന്താണ്? നമ്മുടെ പണ്ടത്തെ സെയിലേഴ്സ് എല്ലാം ദിശ അറിയാൻ വേണ്ടിയിട്ട് കോമ്പസ് യൂസ് ചെയ്തിരുന്നു. സ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ
കോമ്പസ് എന്ന് പറയുന്നത് ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരുന്നതാണ്. ഫൈൻ. Observe the figure given below. Write down the position of the house on the ball. ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചറിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ എക്സാം പോയിന്റ് ടേം 1 ഗൈഡിലെ പേജ് നമ്പർ 105 ഒന്ന് റെഫർ ചെയ്യുക. ഇത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. അതുമായിട്ട് ബേസ് ചെയ്തിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് നന്നായിട്ട് മനസ്സിലാവും. അതിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കുന്ന മുമ്പ് ടീച്ചർ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഗ്ലോബ് എന്ന് കൺസിഡർ ചെയ്യുക. ടീച്ചർക്ക് വരയ്ക്കാനൊന്നും അറിയില്ല, നിങ്ങൾ വിചാരിക്കണം കേട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്ലോബ്. ഈ ഗ്ലോബിന്റെ നടുക്കിലൂടെ ഒരു വര പോകുന്നുണ്ട് അല്ലെ, ഒരു സെന്ററിൽ ഒരു വര പോകുന്നുണ്ട്. ഈ വര ഏതാ? ഈ വരയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പേരാണ് ഇക്വേറ്റർ. ഓക്കെ, ഇക്വേറ്റർ എപ്പോഴും എന്ത് ഡിഗ്രി ആയിരിക്കും? 0 ഡിഗ്രി. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കണം. ഈ എന്ന് പറയുന്ന ഇക്വേറ്റർ, എന്ന് നമ്മൾ ഇങ്ങനെ എഴുതുക അല്ലെ. അപ്പൊ ഈ വര ഇക്വേറ്റർ. ഓക്കെ, ഇതില് നമുക്ക് ഇങ്ങനെ കുറച്ച് ലൈൻസ് പോകുന്നുണ്ട്, അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെയും കുറച്ച് ലൈൻസ് പോകുന്നുണ്ട് അല്ലേ. വാട്ടർമെലന്റെ പോലെയൊക്കെ ഉണ്ട് അല്ലേ ഇപ്പൊ. അപ്പൊ ഈ ലൈൻസ് ഇത് ലോങ് ലൈൻസ് ആണ് അല്ലെ, മുകളിൽ നിന്ന് താഴെ വരെയുള്ള ലോങ് ലൈൻസ് ആണ്. ഇതിന് നമ്മൾ പറയുന്ന പേരെന്താ? യെസ്, ഇതാണ് ലോങ്ജിറ്റ്യൂഡ്. അപ്പൊ ലോങ് ലൈൻസ് ഏതാണ്? ലോങ്ജിറ്റ്യൂഡ് ആണ്. അത് മനസ്സിലാക്കണം. ഓക്കെ, കഴിഞ്ഞോ? ആൾക്കാർ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഇതിൽ നമുക്ക് 2 ആൾക്കാരും കൂടെ വരാനുണ്ട്. ഇങ്ങനെ കുറച്ച് ലൈൻ പോകുന്നുണ്ട്. ഇങ്ങനെ പോകുന്ന ലൈനാണ് നമ്മുടെ ലാറ്റിറ്റ്യൂഡ്. ഇതാരാണ്? ലാറ്റിറ്റ്യൂഡ്. അപ്പൊ ഇതും നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ മുകളിൽ കിടക്കുന്ന ആള് നോർത്തേൺ ഹെമിസ്ഫിയറും ഈ ഇക്വേറ്ററിന്റെ താഴെ കിടക്കുന്ന ആള് സദേൺ ഹെമിസ്ഫിയറും ആണ്. ഫൈൻ. സോ ഇത്രയും മനസ്സിലായല്ലോ. ഒരു ഇക്വേറ്റർ ഉണ്ട്, മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ലോങ് ലൈൻസ് ലോഞ്ചിറ്റ്യൂഡ്. ഇങ്ങനെ പോകുന്ന ലൈൻ ഏതാണ്? ദാറ്റ് ഈസ് ലാറ്റിറ്റ്യൂഡ്. അപ്പൊ അത്രയും മനസ്സിലായല്ലോ. യെസ്, അമൃത കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നോക്കാം. Observe the figure given below. താഴെ പിക്ചർ തന്നത് നോക്കാം. ഇതിൽ ഇവിടെ ഒരു വീട് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ദേ ഇവിടെ ആയിട്ട് ഒരു വീട് കാണാം അല്ലെ. ഈ വീടിന്റെ പൊസിഷൻ എഴുതാനാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ വീടിന്റെ പൊസിഷൻ കിടക്കുന്നത്? ഒന്നല്ലെങ്കിൽ നമുക്ക് ഇത് 2 രീതിയിൽ എഴുതാം. വെർട്ടിക്കൽ ലൈൻസും ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് പറഞ്ഞ് എഴുതാം, അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് എഴുതാം. അപ്പൊ നോക്കിക്കോളൂ, ടീച്ചർ ഇവിടെ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കണേ. The house lies between horizontal line D and E. ഇതാണ് നമ്മുടെ horizontal lines അല്ലേ. ഇതാണ് horizontal lines. ഈ horizontal linesനെ നമ്മൾ വിളിച്ച പേരാണ് latitude. ഡിന്റെയും ഇന്റെയും ഇടയിലും പിന്നെ longitude, അതാണ് നമ്മുടെ vertical lines അല്ലേ. vertical lines 2ന്റെയും 3യുടെയും ഇടയിലാണ് ഈ വീട് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം എന്താണ് ലാറ്റിറ്റ്യൂഡ്, എന്താണ് ലോഞ്ചിറ്റ്യൂഡ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ദെൻ വാട്ട് ഈസ് എ ഗ്ലോബ്? എന്താണ് ഗ്ലോബ് എന്ന് പറഞ്ഞാല്? ഗ്ലോബ് ഈസ് എ സ്പിരിച്വൽ മോഡൽ ഓഫ് ദ എർത്ത്. ഗ്ലോബ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എർത്തിന്റെ ഒരു മോഡലാണ്. നമ്മുടെ എർത്തിലെ നമ്മുടെ ഭൂമിയുടെ ഒരു മാതൃകയാണ് ഗ്ലോബ് എന്നുകൊണ്ട് നമ്മൾ പറയുന്നത്. Then how does the equator divide the globe? എങ്ങനെയാണ് ഇക്വേറ്റർ ഗ്ലോബിനെ ഡിവൈഡ് ചെയ്യുന്നത്? ടീച്ചർ ഇവിടെ പറഞ്ഞു തന്നിരുന്നു. ഇക്വേറ്റർ 2 പൊസിഷൻ ആക്കുന്നുണ്ട് അല്ലെ. ഇവിടെ 1, ഇവിടെ 2. മുകളിൽ ആരാണ്? ദാറ്റ് ഈസ് നോർത്തേൺ ഹെമിസ്ഫിയർ. താഴെ ആരാണ്? സദേൺ ഹെമിസ്ഫിയർ ആണ്. ഫൈൻ. Then what are the lines drawn parallel to the equator is called? Equator line ഏതാ? ഇതാണ് നമ്മുടെ ഇക്വേറ്റർ അല്ലെ. ഇക്വേറ്റർ ലൈനിന്റെ പാരലൽ ആയിട്ട് ഇങ്ങനെ പോകുന്ന ലൈൻസ് ഏതാണ്? ദാറ്റ് ഈസ് ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, ടീച്ചർ പറഞ്ഞു മുകളിൽ നിന്ന് താഴെ വരുന്നതാണ് ലോഞ്ചിറ്റ്യൂഡ്. ലോങ് ലൈൻസ് ആർ ലോഞ്ചിറ്റ്യൂഡ്. ഓക്കെ, then how is the location of a place on the earth determined? എർത്തിലെ സ്ഥലങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക? ദാറ്റ് ഈസ്
ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്ന ഇമാജിനറി ലൈൻസ്. ഇപ്പൊ നമ്മൾ ആ വീടിന്റെ പ്ലേസ് പറഞ്ഞില്ലേ, അതേപോലെ ഇമാജിനറി ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പൊസിഷൻ പറയാം. അപ്പൊ ടീച്ചർ ഇങ്ങനെ വൺ വേർഡ് പോലെ തന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ അടുത്ത് ഡിഫൈൻ ചെയ്യാൻ പറയും. ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിൽ ഡിഫൈൻ ചെയ്ത് എഴുതാനായിട്ട് പറയും, അതുകൊണ്ടാണ് കേട്ടോ. Then how index help in maps? Draw some indexes. നമുക്കറിയാം ഒരു മാപ്പ്. അപ്പൊ നമ്മൾ ഡയറക്ഷൻ കഴിഞ്ഞു, ഗ്ലോബ് കഴിഞ്ഞു, ഇപ്പൊ ഏതിലെത്തി? മാപ്പിലെത്തി അല്ലേ? മാപ്പ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ വഴിയിലൊക്കെ നമുക്ക് അറിയാണ്ട് നമ്മൾ പാരൻസിന്റെ കൂടെയൊക്കെ പോകുമ്പോൾ നമ്മളിപ്പോൾ മാപ്പ് ഇടും അല്ലെ, ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് നമ്മൾ പോവാറുണ്ട്. അപ്പോൾ ഈ മാപ്പിലെ 3 ഘടകങ്ങളിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് ഇൻഡെക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻഡെക്സസ് എന്തൊക്കെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കൂ. ഇൻഡെക്സ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ ഫീച്ചർ ഓഫ് ദ മാപ്പ്. മാപ്പിന്റെ ഫീച്ചർ ഐഡന്റിഫൈ ചെയ്യാൻ അത് ഏത് രീതിയിലുള്ള മാപ്പാണ് എന്ന് മനസ്സിലാക്കി തരും ഇൻഡെക്സ്. പിന്നെ ഡിഫറെന്റ് കളേഴ്സ് ആർ യൂസ് ടു റെപ്രസെന്റ് ദ ഫീച്ചർ ഓഫ് ദ എർത്ത് സർഫസ് ഓൺ മാപ്പ്. ഓക്കെ, നമ്മൾ ഓരോന്നിനും ഡിഫറെന്റ് കളേഴ്സ് കൊടുത്തിട്ടാണ് മാപ്പിൽ ഫീച്ചർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഇൻഡെക്സസിൽ എഴുതാ. ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. എന്തും കൂടെ ചോദിച്ചിട്ടുണ്ട്, ഡ്രോ സം ഇൻഡെക്സസ്. കുറച്ച് ഇൻഡെക്സസ് വരയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടീച്ചർ ഇതേ കുറച്ച് ഇൻഡെക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ എക്സാം പോയിന്റ് ടേം 1 സോഷ്യൽ സയൻസിന്റെ ഗൈഡിലെ പേജ് 106 ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഇതിന്ന് ബേസ് ചെയ്ത് വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും എല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് റെഫർ ചെയ്യുക, കയ്യിലുണ്ടല്ലോ. അപ്പൊ എല്ലാവരും അത് റെഫർ ചെയ്യുക. നോക്കിക്കോളൂ, സ്റ്റേറ്റ് ബൗണ്ടറി എങ്ങനെയാണ് വരച്ചിരിക്കുന്നത്? ഇങ്ങനെ പോയിട്ടുള്ള ലൈനുകളാണ് അല്ലെ. ദെൻ ക്യാപിറ്റൽ ഒരു സ്റ്റാർ പോലെ ഇട്ടിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ബൗണ്ടറി എങ്ങനെയാണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ 2 ലൈനിൽ പോയിട്ടുണ്ട്. നാഷണൽ ഹൈവേസ്, റിവേഴ്സ് വരച്ചിട്ടുണ്ട്, പോർട്ടുകളുണ്ട്, എയർപോർട്ട് ഉണ്ട്, സ്റ്റേറ്റ് ഹൈവേസ് ഉണ്ട്, ആൻഡ് വി ഓൾസോ ഹാവ് റെയിൽ റോഡ്. അപ്പൊ നമ്മളൊരു മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കാണാനായിട്ട് പറ്റും. ഫൈൻ. അപ്പൊ ഇതെല്ലാം കാണുന്നത് എന്താണ്? വെറുതെ ഇഷ്ടമുള്ള ഒരാൾക്ക് മാപ്പിൽ ഇങ്ങനെ വരച്ചു വെക്കാം, അങ്ങനെയല്ല. ഇത് ഇൻഡെക്സുകളുടെ പേരിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? ഇത്രയും മനസ്സിലായില്ലേ എല്ലാവർക്കും? നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ടേബിൾ. ഇപ്പൊ ടീച്ചർ ഇൻഡെക്സസ് പറഞ്ഞു, അതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഇത് എന്തിന്റെ എക്സാമ്പിളാ? ഇത് എന്തിന്റെ സിമ്പിൾ ആണ്? ദാറ്റ് ഈസ് എയർപോർട്ടിന്റെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ഓപ്ഷൻ എ എയർപോർട്ട് എന്ന് കൊടുക്കുക. ദെൻ ബി എന്താ? സ്റ്റേറ്റ് ബൗണ്ടറി ആണ്. സ്റ്റേറ്റ് ബൗണ്ടറി നമ്മൾ എങ്ങനെയാണ് വരച്ചത്? ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് ആണ് വരച്ചു പോയത് അല്ലെ, അത് വരയ്ക്കണം. ദെൻ ഒരു കുത്തിട്ടിട്ടുണ്ട്. ഈ കുത്ത് എന്തിന്റെ ആയിരുന്നു? ദാറ്റ് ഈസ് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിന്റെ ആയിരുന്നു. അപ്പൊ അത് എഴുതുക. ദെൻ പോർട്ട് വരയ്ക്കാനാണ്. ചിലപ്പോൾ നമുക്ക് വരയ്ക്കാൻ ചോദിക്കില്ല, പോർട്ട് തന്നിട്ട് അത് എന്തിന്റെ സിമ്പിൾ ആണ് എന്ന് ചോദിക്കും. അതേതാണ്? പോർട്ട്. ഫൈൻ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇൻഡെക്സിൽ നിന്നും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. Then identify A, B, C and mark on the given globe. ഗ്ലോബിലെ ABC മാർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഗ്ലോബിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങളിപ്പോൾ എഴുതുന്ന ടീച്ചർക്ക് അറിയാം, നിങ്ങൾക്ക് അത് ക്ലിയർ ആയി എന്നറിയാം. കാരണം ഈ A എന്ന് പറയുന്ന ലൈൻ ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. ഇതിൽ ഈ ലൈൻ ഏതാണ്? നമ്മുടെ ഇക്വേറ്റർ ആണ്. അപ്പൊ B എന്താണ്? ഇക്വേറ്റർ ആണ്. ദെൻ മോളിൽ നിന്ന് താഴെയുള്ള ലൈനിന് നമ്മൾ എന്തെന്ന് പറഞ്ഞു? ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ്. അപ്പൊ സി എന്താണ്? ലോഞ്ചിറ്റ്യൂഡ് ആണ്. ദെൻ ഇങ്ങനെ പോകുന്ന ലൈനിന് നമ്മൾ എന്തെന്ന് പറഞ്ഞു? ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോ എ ഈസ് ലാറ്റിറ്റ്യൂഡ്. സോ എ ബി സിയും ക്ലിയർ ആയി. ദെൻ what are the essential elements of a map and what does each element represent? എന്തൊക്കെയാണ് മാപ്പിലെ ഇമ്പോർട്ടന്റ് എലമെന്റ്സ്? ആ എലമെന്റ്സ് എന്തിനെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നു? നമുക്ക് മാപ്പിൽ 3 എലമെന്റ് ആണ് ഉള്ളത്. ഏതൊക്കെ? എത്ര എലമെന്റ് ഉണ്ട്? 3 എണ്ണം ട്ടോ, മറക്കരുത്. 3 എലമെന്റ് ഉണ്ട്. ഈ 3 എലമെന്റ് ഏതൊക്കെയാണ്? ടൈറ്റിൽ. ഓക്കെ, ഒരു മാപ്പ് എടുത്താൽ നമുക്ക് പേര് കാണാം, ടൈറ്റിൽ. പിന്നെ എന്തുണ്ട്? ഡയറക്ഷൻ. ഓക്കെ, ഒരു മാപ്പ്, ഏതൊരു മാപ്പ് എടുത്താലും നമുക്ക് ഇങ്ങനെ ഒരു ഡയറക്ഷൻ കാണാം. നോർത്ത് സൗത്ത് എന്നൊക്കെ ഡയറക്ഷൻ കാണാം. നോർത്ത് ആയിരിക്കും എപ്പോഴും മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ദെൻ ഡയറക്ഷൻ ഉണ്ട്. ദെൻ ഇൻഡെക്സ്. ഇപ്പൊ ടീച്ചർ പറഞ്ഞു തന്നു അല്ലേ, എന്താണ് സ്റ്റേറ്റ് എങ്ങനെയാണ്, സ്റ്റേറ്റ് റിവർ എങ്ങനെ പോയി, റെയിൽവേ, എയർപോർട്ടിന്റെ ഇൻഡെക്സുകൾ വരച്ചില്ലേ,
അത്രയേ ഉള്ളൂ. സോ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സോ 3 ഇസെൻഷ്യൽ പാർട്സ് ആണുള്ളത്. ടൈറ്റിൽ ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, ഇൻഡെക്സ് ഉണ്ട്. Then what is the difference between a sketch and a plan? എന്താണ് ഒരു സ്കെച്ച്, എന്താണ് ഒരു പ്ലാൻ? ഇത്രയേ ഉള്ളൂ. സ്കെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കറക്റ്റ് മെഷർമെന്റ് ഉണ്ടാവില്ല. പക്ഷെ പ്ലാനിന് എന്തുണ്ടാവും, കറക്റ്റ് മെഷർമെന്റ് ഉണ്ടാവും. നമ്മളൊരു ട്രിപ്പൊക്കെ പോവാൻ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓരോന്നും നോട്ട് ചെയ്ത് വെക്കും. പക്ഷെ പെട്ടെന്ന് എവിടെയെങ്കിലും പോവാണെങ്കിലോ നമുക്കൊരു പ്ലാൻ ഒന്നും ഇല്ല, നമ്മൾ പെട്ടെന്ന് പോവും അല്ലേ, അതാണ് സ്കെച്ച്. ഓക്കെ, അപ്പോൾ പ്ലാൻ ആർ പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ എക്സാക്ട് മെഷർമെന്റ്. ദിസ് വാസ് ആൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. പ്ലാൻസ് എന്ന് പറയുന്നത് ഒരു എക്സാക്ട് മെഷർമെന്റ് ഉണ്ടാവും, പക്ഷേ സ്കെച്ചിന് എന്തുണ്ടാവില്ല, എക്സാക്ട് മെഷർമെന്റ് ഉണ്ടാവില്ല. പരീക്ഷയ്ക്ക് കറക്റ്റായി ഉത്തരം എഴുതുന്നത് പ്ലാൻ ആണ്. അറിയാതെ അപ്പുറത്ത് എന്തെങ്കിലും നോക്കി എഴുതുകയാണെങ്കിൽ അത് സ്കെച്ചാണ് കേട്ടോ. കറക്റ്റ് ആയിട്ട് ഉത്തരവൊന്നും വരില്ല, അതാണ് സ്കെച്ച് എന്ന് പറയുന്നത്. പക്ഷെ നാളെ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും, കാരണം എന്താ, നിങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലേ. ദെൻ നമുക്ക് കോണ്ടിനെന്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, നമുക്ക് 1 2 3 4 5 6 7 7 കോണ്ടിനെന്റുകളാണ് ഉള്ളത് അല്ലേ. ടീച്ചറെ നമ്പർ എണ്ണിയത് എന്തിനാ, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് ക്ലിയർ ആവണം, നമ്മൾ തെറ്റരുത്. വി ഹാവ് 7 കോണ്ടിനെന്റ്സ്. നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. അപ്പൊ 4 എ ഉണ്ട്. ഓക്കെ, 4 എ ഉണ്ട്. ഏതൊക്കെയാണ് 4? ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. പിന്നെ അമേരിക്കനെ തന്നെ നമ്മൾ 2 ആക്കിയിട്ടുണ്ട്. 2 അമേരിക്കകളുണ്ട്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക. പിന്നെ ഇതിലൊന്നും പെടാതെ നിൽക്കുന്ന ഒരു യൂറോപ്പ് ചേട്ടനും ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ 7 ആൾക്കാരെ മനസ്സിലായില്ലേ? ഇനി തെറ്റുമോ? ഇത് തെറ്റരുത് കേട്ടോ. ഇത് കോണ്ടിനെന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, തെറ്റരുത്. ഐഡന്റിഫൈ ആൻഡ് നെയിം ദ കോണ്ടിനെന്റ്. കോണ്ടിനെന്റിനെ ഐഡന്റിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഏത് കോണ്ടിനെന്റ് ആണ് നോക്കൂ, ഈ 7 എണ്ണം. ദാറ്റ് ഈസ് എ ഈസ് സൗത്ത് അമേരിക്ക. നമുക്ക് തന്നതില് എ എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയും ബി ഈസ് നോർത്ത് അമേരിക്ക. ബി ഏതാണ്? നോർത്ത് അമേരിക്കയാണ്. ഓക്കെ, ഇത് കുറേ ഉണ്ട് അല്ലേ, മൂന്നാമത്തെ ആള് കുറേ ഉണ്ട്. അപ്പൊ അത് ഏതാണ്? ഏഷ്യ ആണ്. കുറേ ഉള്ളത് ഏഷ്യ ആണ്. ദെൻ ഫോർത്ത് വൺ ഏതാ? ഇങ്ങോട്ട് നിൽക്കുന്നത് ആഫ്രിക്കയാണ്. ഓക്കെ, ഈ എന്താ, കുറച്ചേ ഉള്ളൂ അല്ലെ. ആരാ ഈ? ഓസ്ട്രേലിയ, കുറച്ചുള്ള ആളാണ് ഈ. ദെൻ എഫ്, ദാറ്റ് ഈസ് യൂറോപ്പ്. ആൻഡ് ജി, ഇതിലൊന്നും ബന്ധമില്ലാത്ത പോലെ ഒരാൾ നിൽക്കുന്നതാണ് അന്റാർട്ടിക്ക. ഫൈൻ. അപ്പൊ ഈ 7 മാപ്പും ഈ 7 കോണ്ടിനെന്റും മേ ബി ഇങ്ങനെ ചോദിക്കില്ല, വേറൊരു രീതിയിലായിരിക്കാം ചോദിക്കണത്. 7 കോണ്ടിനെന്റ് പേര് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ച് മറക്കാതെ സൂക്ഷിക്കണം. ഓക്കെ, observe the map of Kerala and complete the worksheet. Okay, കേരളത്തിന്റെ മാപ്പ് തന്നിട്ടുണ്ട്. ഇതുമായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യണം. പേജ് നമ്പർ 109, നമ്മുടെ ടേം 1 എക്സാം പോയിന്റിന്റെ പേജ് നമ്പർ 109-ൽ ഇതിന്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നോക്കുക കേട്ടോ. The southernmost district of Kerala. കേരളത്തിന്റെ southernmost district ഏതാണ്? That is ഇവിടെയാണ് അല്ലേ, തിരുവനന്തപുരമാണ്. Then the northernmost district of Kerala. നോർത്തിൽ ആരാ കിടക്കണത്? കാസർഗോഡാണ്. Then the neighboring states of Kerala. കേരളത്തിന്റെ നൈബറിംഗ് സ്റ്റേറ്റ് ആരൊക്കെയാണ്? നമുക്ക് ഇവിടെ എഴുതാം, തമിഴ്നാട് എഴുതാം, then കർണാടക. അപ്പൊ ഒരു മാപ്പ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഐഡന്റിഫൈ ദ ടേം. ടേം ഐഡന്റിഫൈ ചെയ്യണം. ഇതെന്താണ്? ദിസ് ഈസ് എ ടൈറ്റിൽ അല്ലേ. കേരള പൊളിറ്റിക്കൽ മാപ്പ്, ഒരു പേരുണ്ട്, അതുകൊണ്ട് ഇതെന്താണ്? ഇത് ടൈറ്റിൽ ആണ്. ഇത് ഡയറക്ഷൻ ആണ് അല്ലേ. ദിസ് ഈസ് ഡയറക്ഷൻ. സോ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, ചാപ്റ്റർ 5 ഇത്രയാണ്. മാപ്പും ഡയറക്ഷനും ഗ്ലോബും, ഇത്രയും കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതിന്റെ എല്ലാ ഐഡിയാസും ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, അല്ലെങ്കിൽ ഗ്ലോബ് ആണെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയർ, സദേൺ ഹെമിസ്ഫിയർ, ഇക്വേറ്റർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. സോ ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ആർക്കെങ്കിലും? ഇല്ലല്ലോ. ടീച്ചർ നെക്സ്റ്റ് പോർഷനിലോട്ട് പോട്ടെ.
Okay, so let's move to the 6th chapter, people by the people. Okay, ജനങ്ങൾ ജനങ്ങളാൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ഗ്രാമസഭയെ കുറിച്ച്, അല്ലെ, ഡെമോക്രസിനെ കുറിച്ച്, കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. So let's see. How many times should the ഗ്രാമസഭ meet in a year? ഒരു കൊല്ലം എത്ര തവണ ഗ്രാമസഭ കൂടുന്നുണ്ട്? Then who is the chairman of ഗ്രാമസഭ? അപ്പൊ ഗ്രാമസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പഞ്ചായത്തുകളിലാണ് നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കുന്നത്. അർബൺ ഏരിയയിൽ വരുമ്പോൾ അത് അർബൺ സഭ, അല്ലെ, അർബൺ എന്ന് നമ്മൾ പറയും. സോ the ഗ്രാം സഭ ഷുഡ് മീറ്റ് once in 3 months. ഓക്കെ, 3 മാസത്തിൽ ഒരിക്കലാണ് നമ്മൾ ഗ്രാമസഭ കൂടാറ്. Who is the chairman of ഗ്രാമസഭ? ഗ്രാമസഭയുടെ ചെയർമാൻ ആരാ? That is ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഫൈൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. Then, which is the basic feature of democracy? ഒരു ഡെമോക്രസിയുടെ ബേസിക് ഫീച്ചർ എന്താണ്? Who is a voter? ഒരു വോട്ടർ ആരാണ്? എന്താണ് ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മളെ വീട്ടിൽ പറയും, അല്ലേ, എന്ത് പറയാനും എനിക്കൊരു സ്വാതന്ത്ര്യമില്ല, എപ്പോഴും ചീത്തയാണ്, നമ്മൾ പറയണ കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് വരുമ്പോൾ സൈലന്റ് ആയിരിക്കും, ടീച്ചർ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒച്ച വെക്കും. ഇതൊക്കെ എന്താണ്? ചില റൂൾസ് നമ്മൾ ക്ലാസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം നമ്മൾ റൂൾസിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ റൂൾസ് ഒക്കെ നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട്, അല്ലേ? നോക്കി നടക്കുന്ന നമ്മുടെ അതോറിറ്റിയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഈ ഡെമോക്രസി, നമ്മുടെ ജനാധിപത്യം വഴി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? യെസ്, നമുക്ക് സേഫ് ആയിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു നിയമവും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര സന്തോഷത്തിൽ ഇവിടെ ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാൻ പറ്റില്ല. അപ്പോ ഒരു ബേസിക് ഡെമോക്രസിയുടെ ഒരു ബേസിക് ഫീച്ചർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എലക്ഷൻ ആണ്, അല്ലേ? എലക്ഷനിലൂടെയാണ് നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാരെ, ആര് നമ്മളെ ഭരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നു, നമ്മൾ അവർക്ക് വോട്ട് ചെയ്യുന്നു, അല്ലേ? അപ്പൊ എലക്ഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ തോന്നണ പോലെ കാര്യങ്ങളൊക്കെ നടക്കും, അല്ലെ? ഇവിടെ റൂൾസ് ഒന്നും കറക്റ്റ് ആവുന്നില്ല. സോ എലക്ഷൻ ഈസ് ദ ബേസിക് ഫീച്ചർ ഓഫ് ഡെമോക്രസി. ഒരു ഡെമോക്രസിയുടെ ബേസിക് ഫീച്ചർ എന്ന് പറയുന്നത് എലക്ഷൻ ആണ്. ഹൂ ഈസ് എ വോട്ടർ? ഒരു വോട്ടർ ആരാണ്? യെസ്, എനി സിറ്റിസൺ അറ്റൈൻ ദ ഏജ് ഓഫ് 18. 18 വയസ്സ് കഴിഞ്ഞ ആർക്കും നമുക്ക് എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്കും 18 വയസ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എന്താണ് ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ? ഇലക്ഷന്റെ ഫങ്ഷൻസ് ഫിൽ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ദിസ് വാസ് an important question, expected question for tomorrow, right? So the functions of election എന്തൊക്കെയാണ് നോക്കാം ട്ടാ. 3 എണ്ണം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ്സ് ആർ ഫോംഡ്. ഓക്കെ, ഗവൺമെന്റിന്റെ ഉണ്ടാക്കണം. Then strengthens the democracy. ബാക്കി നമ്മൾ ഫിൽ ചെയ്യണം. ഓൾ ആർ റെപ്രസെന്റഡ്, റൂൾസ് ആർ മോൾഡഡ്, എഡ്യൂക്കേറ്റഡ് വോട്ടേഴ്സ്. ഓക്കെ, വോട്ടേഴ്സ് എല്ലാം എഡ്യൂക്കേറ്റഡ് ആണ്. നമ്മൾ വോട്ട് ചെയ്യണവരൊക്കെ എന്താണ്? എഡ്യൂക്കേറ്റഡ് ആണ്. റൂളേഴ്സ് എല്ലാം നല്ലതാണ്. ഓൾ ആർ റെപ്രസെന്റഡ്, എല്ലാവർക്കും ഈക്വൽ ചാൻസും ഉണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇലക്ഷന്റെ മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത്, റൈറ്റ്? Then democracy is a way of life. Discuss, write some non-democratic activity. Democracy എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ലൈഫ് ആണ്. ഇതിന്റെ കുറച്ച് നോൺ ഡെമോക്രാറ്റിക് ആക്ടിവിറ്റീസും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ടീച്ചർ പറഞ്ഞു ഡെമോക്രസി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ റൂൾസും നമ്മുടെ വാല്യൂസും എല്ലാം കറക്റ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞു, അല്ലേ? So as a way of life, democracy uphold human values and individual liberty. അല്ലേ, നമ്മുടെ ലിബർട്ടിയും ഹ്യൂമൻ വാല്യൂസും എല്ലാം എന്താണ് പറഞ്ഞിരിക്കുന്നത്? യെസ്, ഡെമോക്രസി ഉണ്ടെങ്കിൽ, ജനാധിപത്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലിയർ ആവുള്ളൂ, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Respecting opinions of other is a part of democratic life. എന്താണ്? നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒപ്പീനിയനും കേൾക്കുന്നത് എന്താണ്? ഡെമോക്രാറ്റിക് ലൈഫിന്റെ, ഒരു ജനാധിപത്യമായ രീതിയിലുള്ള ലൈഫിന്റെ കറക്റ്റ് ആയിട്ടുള്ള രീതിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ non-democratic activities
ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. എന്തൊക്കെയാണ് നോൺ ഡെമോക്രാറ്റിക് ആക്ടിവിറ്റീസ്? യെസ്, നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് ചെയ്യാൻ പാടാത്തതാണ് നോൺ ഡെമോക്രാറ്റിക് ആക്ടിവിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെസ്ട്രോയിങ് പബ്ലിക് പ്രോപ്പർട്ടി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു പ്രോപ്പർട്ടിയും പബ്ലിക് പ്രോപ്പർട്ടിയും ഡെസ്ട്രോയ് ചെയ്യരുത്, നശിപ്പിക്കരുത്. Then smoking in public, പബ്ലിക്കിൽ നിന്ന് സ്മോക്ക് ചെയ്യരുത്. ഡിസ്പോസബിൾ ഓഫ് വേസ്റ്റ് ഇൻ പബ്ലിക് പ്ലേസസ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? കാറിൽ പോകുമ്പോൾ, ബൈക്കിൽ പോകുമ്പോൾ, വീട്ടിലുള്ളപ്പൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചുറ്റുകൂട്ടി അപ്പുറത്തിടും അല്ലേ? നമ്മൾ അത് ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. മനസ്സിലായില്ലേ എല്ലാവർക്കും? ദെൻ ഹാർമിങ് ദ എൻവിയോൺമെന്റ്, നമ്മൾ നമ്മുടെ എൻവിയോൺമെന്റ് പരിസ്ഥിതിനെ ഒന്നും ഉപദ്രവിക്കരുത്. ടെററിസം, ഇതൊക്കെ എന്താണ്? നോൺ ഡെമോക്രാറ്റിക് ആക്ടിവിറ്റീസ് ആണ്. ഇതൊന്നും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഫില്ലിംഗ് ദ മിസ്സിംഗ് പാർട്സ്. അപ്പൊ നമുക്ക് പിന്നെ എന്ത് തന്നിട്ടുണ്ട്? സ്റ്റേജസിന്റെ വേരിയസ്, ഇലക്ഷന്റെ വേരിയസ് സ്റ്റേജസ് തന്നിട്ടുണ്ട്. സോ ഈ ഇലക്ഷന്റെ വേരിയസ് സ്റ്റേജസ് കാണിക്കുന്ന, നമുക്ക് മൊത്തം 8 സ്റ്റേജസ് ആണ് ഉള്ളത്. ഈ 8 സ്റ്റേജസും കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഈ 8 സ്റ്റേജസും എന്ത് ചെയ്യണം? കൃത്യമായി പഠിക്കണം. ഇതെന്താണെങ്കിലും നാളെ എക്സാമിന് ചോദിക്കും. അപ്പൊ എക്സാമിന് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: നമുക്ക് തന്നിട്ട് മിസ് ചെയ്ത ഭാഗം പൂരിപ്പിക്കാനായിട്ട് പറയും, അല്ലെങ്കിൽ ഇടകലർത്തി തന്നിട്ട് അതിനെ എന്ത് ചെയ്യാനായിട്ട് പറയും? കറക്റ്റ് ഓർഡറിൽ എഴുതാനായിട്ടും പറയും. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് ഒന്നും വരില്ല, ഇങ്ങനെയാണ് വരിക. സോ ലെറ്റ്സ് സീ എങ്ങനെയാണ് ഈ 8 പോയിന്റുകൾ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യത്തെ പോയിന്റ് എന്താ? അപ്പോയിന്റ്മെന്റ് ഓഫ് ഇലക്ഷൻ ഓഫീസേഴ്സ്. ഇലക്ഷൻ ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യണം. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ. ഓക്കെ, ഇലക്ഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ പറയണം. മൂന്നാമത്തെ പോയിന്റ് എന്താ? സബ്മിഷൻ ഓഫ് നോമിനേഷൻ. ഓക്കെ, നമ്മൾ നോമിനേഷൻ സബ്മിറ്റ് ചെയ്യണം. നാലാമത്തെ സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ. ഏകദേശം സെയിം ആണ് അല്ലേ? സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നല്ല രീതിയിൽ സൂക്ഷ്മ പരിശോധന ചെയ്യണം. ദെൻ വിഡ്രോവൽ ഓഫ് നോമിനേഷൻ. ആർക്കെങ്കിലും നോമിനേഷൻ പിൻവലിക്കണമെങ്കിലുള്ള വിഡ്രോവൽ ടൈം കൊടുക്കണം. ഇലക്ഷൻ ക്യാമ്പയിൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? Then polling, then counting of votes and declaration of results. അപ്പൊ ഈ 8 സ്റ്റേജും നമ്മൾ മറന്നു പോവാനുള്ള ചാൻസ് ഉണ്ട്. 8 സ്റ്റേജ് എഴുതാനൊന്നും നമുക്ക് വരില്ല. നമുക്ക് എന്ത് ചെയ്യാനായിരിക്കും വരിക? യെസ്, ഒരു ഇതേപോലെ മിസ്സിംഗ് പാർട്ട് തന്നിട്ട് എഴുതാനായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാനായിരിക്കും. അപ്പൊ ടീച്ചർ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. ഇതിന്റെ എല്ലാത്തിൻ്റെയും ആദ്യത്തെ ടേം എടുക്കുക കേട്ടോ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി. ഓക്കെ, ഈ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേരിട്ടോളൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇമ എന്നിടാം. ഓക്കെ, ആന്റി ഇമ. എസ് എന്ത് ചെയ്തു? സിംഗ്. ഓക്കെ, അപ്പൊ സബ്മിഷൻ ഓഫ് നോമിനേഷൻ ആന്റി ഇമ സിംഗ്. ഓക്കെ, വീണ്ടും ഒരു എസ് ആണ് അല്ലേ? എന്താണ് പാടുന്നത്? പാട്ട്, സോങ്. അപ്പൊ ആന്റി ഇമ സിംഗ് സോങ്. എന്തിനെ കുറിച്ചുള്ള പാട്ടാണ്? വാട്ടർമെലനെ കുറിച്ചുള്ള പാട്ടാണ്. ഓക്കെ, അപ്പൊ ആന്റി ഇമ സിംഗ് സോങ് ഫോർ വാട്ടർമെലൻ. എവിടെ? ഈ എവ്രി. ഓക്കെ, എല്ലാവരുടെയും എവ്രി. പി ഫോർ പാർട്ടി, സി ഫോർ സെലിബ്രേഷൻ. ആന്റി ഇമ സിംഗ് സോങ്. പിന്നെന്താണ്? എന്തിന്റെ പാട്ടാണ്? വാട്ടർമെലന്റെ പാട്ടാണ് പാടിയത്. എവിടെ? എവ്രി പാർട്ടി സെലിബ്രേഷൻ. ഈ ഒരു കാര്യം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിക്കപ്പ് ചെയ്തെടുത്താൽ മതി അല്ലെ? നമുക്കിത് കറക്റ്റ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? പിക്കപ്പ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ക്ലിയർ? സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Complete the table by comparing direct democracy and indirect democracy. Direct democracy എന്താണ്, indirect democracy എന്താണ് എന്ന് തരം തിരിച്ചുകൊണ്ടുള്ള ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡെമോക്രസി എന്ന് പറയുന്നത് 2 രീതിയിലുണ്ട്. ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് ആയിട്ട് പീപ്പിൾ തന്നെ എന്ത് ചെയ്യാണ്? റൂളേഴ്സിനെ സെലക്ട് ചെയ്യാണ്. ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ബിഹാഫ് ആയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ ഡയറക്റ്റ് ഡെമോക്രസിയുടെ സ്പെഷ്യാലിറ്റീസ് നോക്കാം. ഇറ്റ് ഈസ് പോസിബിൾ ഇൻ ലെസ് പോപ്പുലേറ്റഡ് കൺട്രീസ്. ഓക്കെ, ഒരു ലെസ് പോപ്പുലേറ്റഡ് കൺട്രീസിൽ മാത്രമാണ് നമുക്ക് ഇത്
പോസിബിൾ ആവുള്ളൂ, എല്ലാവർക്കും ഈക്വൽ ചാൻസ് കൊടുത്തിട്ട്. ഓൾസോ നോൺ ആസ് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി. ഇതിനെ തന്നെയാണ് നമ്മൾ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്നും പറയുന്നത്. പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ഡയറക്ട്ലി ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ്. ഇവിടെ ജനങ്ങൾ ഡയറക്ട്ലി അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം 3 പോയിന്റുകളാണ്. ലെസ് പോപ്പുലേറ്റഡ് കൺട്രീസ് ആണ് നമുക്ക് വരുന്നത്. ഇതിനെ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്നും പറയും. ആൻഡ് ഇറ്റ് വാസ് എന്താണ്, എങ്ങനെയാണ് പീപ്പിളെ അവിടെ ഇടപഴകുന്നത്? ത്രൂ അഡ്മിനിസ്ട്രേറ്റീവ് എഫേർട്ട്, ഡയറക്ട്ലി ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് എഫേർട്സ്. ഓക്കെ, ഒരു കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഡയറക്ട്ലി ദേ ആർ അഡ്മിനിസ്ട്രേറ്റീവ് എഫേർട്സിൽ എന്ത് ചെയ്യുന്നു, എൻഗേജ് ചെയ്യുന്നു. Then what is indirect democracy? എന്താണ് indirect democracy എന്ന് പറഞ്ഞാൽ? It exists in countries with a huge population. ഓക്കെ, വലിയ രീതിയിലുള്ള പോപ്പുലേഷൻ ഉള്ള രാജ്യത്തൊക്കെ ഇൻഡയറക്റ്റ് ഡെമോക്രസി ആണ് വരിക. ഓൾസോ നോൺ ആസ് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി. ഇതിനെയാണ് നമ്മൾ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി. കാരണം എല്ലാവരും പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല, കുറച്ച് പേരാണ് അല്ലെ. അപ്പൊ റെപ്രസെന്റ് ചെയ്യാണ്, ഇവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുമാണ് കുറച്ച് പേര് മുന്നിൽ നിൽക്കുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി. പിന്നെന്ത് പറയാം? Citizens select representatives to make decisions on their behalf. ഓക്കെ, അപ്പൊ നമ്മളെ പോലുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ എലക്ട് ചെയ്യും. അവരാണ് കാര്യങ്ങൾ ബാക്കിയുള്ള ആൾക്കാരെ നിയോഗിക്കുന്നതൊക്കെ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഡയറക്റ്റ് ഡെമോക്രസിയും എന്താണ് ഇൻഡയറക്റ്റ് ഡെമോക്രസിയും? ഷുവർ ആയിട്ടും ഇത് ചോദിക്കും. റൈറ്റ്, അപ്പൊ മനസ്സിലായില്ലേ? ഇതിന്റെ ഡിഫറൻസ് നന്നായിട്ട് പഠിച്ചോളാം കേട്ടോ. കംപ്ലീറ്റ് ദ ഡയഗ്രാം. ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഈ ഡയഗ്രത്തിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ഈസ് ഡെമോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോ വാട്ട് ആർ ദ മേജർ ഡെമോക്രാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്? ഇത് പേജ് 129. ഓക്കെ, കുറേ പേര് ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിൻ്റെ ഇടയിൽ വിദ്യ ഹായ്, മിസ്സേ ഹായ്. എല്ലാവരും പഠിച്ചൊക്കെ കഴിഞ്ഞോ? ക്ലാസ് ശ്രദ്ധിക്കണില്ലേ എല്ലാവരും? ഓക്കെ, സോ ഡെമോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ നമ്മുടെ എക്സാം പോയിന്റിന്റെ ഗൈഡ് 1 പേജ് നമ്പർ 129. ഓക്കെ, പാർട്ട് 1 129 ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഗൈഡ് ഉണ്ടല്ലോ. അപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേജ് നോട്ട് ചെയ്തിട്ടോളാം. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗൈഡ് എന്ത് ചെയ്യുക? റെഫർ ചെയ്യുക. സോ ദ സുപ്രീം the democracy the characteristic first point, the supreme power belongs to the people. ജനങ്ങൾക്ക് എന്തുണ്ട്? സുപ്രീം പവർ ഉണ്ട്. ഓക്കെ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്. നമ്മുടെ ഇലക്ഷൻസുകൾ എന്താണ്? ഫ്രീ ആൻഡ് ഫെയർ ആണ്. Then the rule of law ensures equality before law. നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഒരേപോലെയാണ്. ഓക്കെ, ഇൻഡിപെൻഡന്റ് മീഡിയ ദാറ്റ് ഹെൽപ് ടു കണക്ട് ദ പീപ്പിൾ ആൻഡ് ദ ഗവൺമെന്റ്. മീഡിയാസ് ഉണ്ട് അല്ലെ. ഇപ്പം നമുക്ക് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് ന്യൂസിലൂടെയൊക്കെ അറിയാൻ പറ്റും. അത് പീപ്പിളെയും ഗവൺമെന്റിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇന്റർലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ദെൻ an independent and impartial judiciary. നമുക്ക് നല്ല രീതിയിലുള്ള ഒരു നിയമ വ്യവസ്ഥയുണ്ട് അല്ലെ. ഇൻഡിപെൻഡന്റും ഇംപാർഷ്യൽ ആയിട്ടും പ്രവർത്തിക്കുന്ന ഒരു ജുഡീഷ്യൽ സിസ്റ്റം നമുക്കുണ്ട്. And opposition helping and improving the government through constructive criticism. ഒരു ഒപ്പോസിഷൻ പാർട്ടി നമുക്കുണ്ട്. ഒരാൾ എന്ത് ചെയ്താലും ഓപ്പോസിറ്റ് നിന്ന് പറയാനായിട്ട് അല്ലേ, എന്തെങ്കിലും ചെയ്തത് ശരിയല്ല എന്ന് പറയാൻ ഒരാളുണ്ടാവും. അത് ആക്ച്വലി എന്ത് ചെയ്യും? നമ്മളെ ഇംപ്രൂവ് ചെയ്യിക്കും. ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യം ശരിയല്ല എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയണത് തെറ്റാണോ? അല്ല, അതെന്താ? നമ്മളെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ് അല്ലെ. അതേപോലെ നല്ല രീതിയിൽ നമ്മളെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനും ഒരു opposition പാർട്ടിയും നമുക്ക് ഉണ്ട്. Fine, so these are the major characteristics of the democracy. ഈ characteristics of democracy എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ അതും പഠിച്ചു വയ്ക്കുക. Then the word democracy is derived from. democracy എന്ന് പറയുന്ന വേർഡ് എവിടെ നിന്ന് വന്നതാണ്? അറിയോ ആർക്കെങ്കിലും?
ഫ്രഞ്ച് വേർഡ് ആണോ, ഗ്രീക്ക് വേർഡ് ആണോ, ലാറ്റിൻ വേർഡ് ആണോ? യെസ്, ഇത് ഒരു ഗ്രീക്ക് വേർഡ് ആണ്. ഡെമോക്രസി എന്ന് പറയുന്നത് 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നും വന്നതാണ്. ഓക്കെ, നമ്മുടെ എക്സാം പോയിന്റ് ഗൈഡിന്റെ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഇത് ഉണ്ടാവും അല്ലേ? ഇതിന്റെ കുറിച്ചുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. Then all people cannot participate in Grama Sabha and Ward Sabha. Who are eligible to participate in Grama Sabha or Ward Sabha? എല്ലാവർക്കും ഗ്രാമസഭയിലോ വാർഡ് സഭയിലോ പങ്കെടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഗ്രാമസഭയിലും വാർഡ് സഭയിലും പങ്കെടുക്കാൻ പറ്റിയ ആൾക്കാർ ആരായിരിക്കും? യെസ്, ആ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ആ ഏരിയയിൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഗ്രാമസഭയിലും വാർഡ് സഭയിലും പങ്കെടുക്കാനായിട്ട് പറ്റുക. Okay, every voter in a ward can participate in Grama Sabha and Ward Sabha. They have the opportunity to express their opinions in discussion. Okay. 18 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം. വോട്ടർ ലിസ്റ്റിൽ പേരുള്ള എല്ലാവർക്കും പങ്കെടുക്കാം. അവർക്ക് അവരുടെ റൈറ്റുകൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം തുറന്ന് കാണിക്കാനുള്ള ഒരു ഡിസ്കഷൻ പ്ലാറ്റ്ഫോം ആക്കി മാറ്റാം. നമ്മൾ ആദ്യം പഠിച്ചിരുന്നു അല്ലേ, എന്താണ് 3 മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്തായിരിക്കണം, ഈ ഗ്രാമസഭ കൂടിയിട്ടുണ്ടാവണം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, then write any 3 characteristics of democracy. ഡെമോക്രസിയുടെ ഏതെങ്കിലും 3 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറയുന്നത്. The supreme power belongs to the people. ജനങ്ങൾക്ക് എന്തുണ്ട്? പവർ ഉണ്ട്. The rule of law ensures quality before law. ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, ഈ റൂൾ ഓഫ് ലോ, നമുക്ക് നിയമമുണ്ട്, ഇതെല്ലാവരെയും ഈക്വൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസും നമ്മൾ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഈ 3 പോയിന്റ് ഓർമ്മ വരണം. Then 15th election of the Kerala Legislative Assembly was held on April 6th, 2021. 2021 ഏപ്രിൽ 6-ന് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ 15ാമത്തെ ഇലക്ഷൻ കഴിഞ്ഞു. അറിഞ്ഞോ നിങ്ങൾ ആരെങ്കിലും? കഴിഞ്ഞു കേട്ടോ അത്. Then given below are the stages that must be followed during the election. അപ്പോൾ process in the correct order. ടീച്ചർ പറഞ്ഞു തന്നു അല്ലേ, ആൻറ്റി ഇമ സിംഗ് സോങ് എന്തിനെ കുറിച്ചാണ്? നമ്മുടെ വാട്ടർമെലനെ കുറിച്ച് അല്ലേ, വാട്ടർമെലനെ കുറിച്ചുള്ള സോങ് പാടി ഇൻ എവ്രി പാർട്ടി സെലിബ്രേഷൻ. ആ പോയിന്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഓർഡർ ആക്കി എടുക്കാം. സോ ഐ തിങ്ക് ഇനി അത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഈ ഓർഡർ ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഈ ഓർഡറിൽ അതൊന്ന് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. റൈറ്റ്, then what is the age to attain adult franchise for an Indian citizen? Okay, adult franchise എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സിറ്റിസന്റെ ഏജ് എത്രയാണ് എന്നാണ്. എത്ര വയസ്സാണ്? 18 വയസ്സാണ് അല്ലേ. 18 ഇയേഴ്സ് ആകുമ്പോഴാണ് നമുക്ക് വോട്ടിംഗ് റൈറ്റ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ 18 ഇയേഴ്സ് ആണ് നമ്മുടെ ആ ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, then how is the class captain elected? What is democratic attitude? ദിവ്യ എന്തോ ഒരു ഡൗട്ടാണോ ചോദിച്ചത്? സീറോ ഇക്വേറ്റർ ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ചെയ്ത് തന്നാൽ ടീച്ചർ ആൻസർ ചെയ്യാം കേട്ടോ. How is the class captain elected? എങ്ങനെയാണ് ക്ലാസ് ക്യാപ്റ്റൻ ഇലക്ട് ചെയ്യുന്നത്? യെസ്, based on the opinion of majority, the class captain is elected. Okay, മെജോറിറ്റിയുടെ ഒപ്പീനിയനിലാണ് ക്ലാസ് ക്യാപ്റ്റനെ നമ്മൾ തീരുമാനിക്കുന്നത്. വാട്ട് ഈസ് ഡെമോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ്? ഡെമോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെമോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ് മീൻസ് ടേക്കിംഗ് ഡിസിഷൻ ബേസ്ഡ് ഓൺ മെജോറിറ്റീസ് ഒപ്പീനിയൻ ആൻഡ് ഷോയിങ് റെസ്പെക്ട് ടു ദാറ്റ് ഡിസിഷൻ. എന്താണ് ഒരു ഡെമോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ്? 5 ആൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ മെജോറിറ്റി ആൾക്കാർ ഏതാണോ പറയുന്നത് ആ ഡിസിഷൻ എടുക്കുക. ഓക്കെ, ആ ഡിസിഷൻ എടുത്ത് അവരോട് റെസ്പെക്ട് കാണിക്കുന്നതിനെയാണ് ഡെമോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം നടക്കുകയാണെങ്കിൽ നമ്മൾ മെജോറിറ്റി ഒപ്പീനിയൻ നോക്കുക അല്ലേ, അതിനെയാണ് നമ്മൾ ഡെമോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ്. മെജോറിറ്റി ഒപ്പീനിയൻ നോക്കിയിട്ട് ആ ഡിസിഷൻ എടുത്തുകൊണ്ട് അവരെ റെസ്പെക്ട് ചെയ്യലാണ്. ഓക്കെ, അപ്പം
ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്റർ 6 എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡെമോക്രസീനെ കുറിച്ചെല്ലാം പറയണം. എന്താണ് ഡയറക്റ്റ് ഡെമോക്രസി, എന്താണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി, അതെല്ലാം പറയണം. ദെൻ നമ്മളെ ഗ്രാമസഭ എന്താ, റൂൾ ഓഫ് ലോ, അത്തരം കാര്യങ്ങളെല്ലാം പറയാം. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ഇതിന്ന് വരുള്ളൂ. ഓക്കെ, ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യനും വരില്ല. ഈ ഇപ്പൊ ടീച്ചർ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിന്നും ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത തിയറി പാർട്ടിൽ നിന്നും ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ എളുപ്പമാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ചോദ്യങ്ങൾ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാം. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ സ്റ്റേജസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ചോദിച്ചാലും ഇപ്പൊ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അല്ലേ? അപ്പൊ അതെല്ലാം ഒന്ന് ക്ലിയർ ആക്കി ഇപ്പൊ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നോക്കാം. Okay, so chapter 7 transport and communication system. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഈ ചാപ്റ്റർ, കാരണം നല്ല എളുപ്പമായിട്ട് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലേ? ഗതാഗതവും ആശയവിനിമയ സൗകര്യങ്ങളെയും കുറിച്ച്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട്? യെസ്, എങ്ങനെയാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റവും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഒക്കെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്തത് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് നമുക്ക് ഫോണില്ല. ഇന്ന് നമുക്ക് ഫോണില്ലെങ്കിൽ എന്താ അവസ്ഥ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഇൻ്റർനെറ്റോ കണക്ഷനുകളോ ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചർക്ക് ഇങ്ങനെ നിന്ന് ക്ലാസ് എടുക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് എളുപ്പമായിട്ടിരുന്ന് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുമോ? അതും ഇല്ല അല്ലേ? നിങ്ങൾക്ക് ക്ലാസ്സിൽ ടീച്ചർ എന്താണോ പറയുന്നത് അത് മാത്രം നിങ്ങൾ കേൾക്കേണ്ടി വരുള്ളൂ അല്ലേ? അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ഡൗട്ടുകൾ ചോദിക്കാനോ, ഇപ്പം നോക്കൂ, നിങ്ങൾ ചോദിച്ച ഡൗട്ട് ടീച്ചർക്ക് ഇതിലൂടെ കാണാം. ടീച്ചർ എന്ത് ചെയ്യണു, അതിന് റിപ്ലൈ ചെയ്യണു. എത്ര നമ്മൾ വളർന്നു അല്ലേ? അപ്പോൾ ഇത്തരം ഒരു ചാപ്റ്റർ ആണിത്. എങ്ങനെയാണ് ടെലികമ്മ്യൂണിക്കേഷനും ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റവും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്, എക്കണോമിക് പ്രോഗ്രസിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. അതേപോലെ തന്നെ നമ്മൾ എന്തും പഠിച്ചു, പണ്ടുള്ള മനുഷ്യരെങ്ങനെ ജീവിച്ചിരുന്നു അല്ലെ? അവർ ഏതൊക്കെ രീതിയിലാണ് അവർ ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തിയിരുന്നത്, അതിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഉള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ പഠിച്ചു. സോ ലെറ്റ്സ് സീ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ പാർട്ടിൽ നിന്നും വരാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Look at the pictures. What information can be obtained from this? ഇവിടെ നമുക്ക് ഒരു 4 പിക്ചർ ടീച്ചർ തന്നിട്ടുണ്ട് അല്ലേ? ഇതാ നമ്മുടെ ടേം 2 ഗൈഡിൽ പേജ് നമ്പർ 9 സോഷ്യൽ സയൻസ് ക്ലാസ് 5ന്റെ ടേം 2 എക്സാം പോയിന്റിന്റെ ഗൈഡിൽ പേജ് നമ്പർ 9 അപ്പൊ എല്ലാവരും ആ പേജ് ഒന്ന് എടുക്കുക, എന്നിട്ട് റെഫർ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് 4 പിക്ചർ കാണാം. ഈ 4 പിക്ചറിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത് എന്ന് എഴുതണം. എന്താ മനസ്സിലാവുന്നത്? ആദ്യത്തെ പിക്ചർ നോക്കിയേ. ഫസ്റ്റ് പിക്ചർ ഒരു വീൽ കാർട്ട്. ആരാണ് ഉന്തിക്കൊണ്ട് പോകുന്നത്? മനുഷ്യരാണ് ഉന്തിക്കൊണ്ട് പോകുന്നത് അല്ലെ? രണ്ടാമത്തെ സ്റ്റേജ് എത്തിയപ്പോഴേക്കും അത് എന്തായി? യെസ്, മനുഷ്യൻ മൃഗങ്ങളെ വെച്ചത് ഉന്താനായിട്ട് തുടങ്ങി. ഓക്കെ, മൂന്നാമത്തെ എന്തായി? മനുഷ്യന്മാർ അതിൽ കയറി ട്രാവൽ ചെയ്യാനായിട്ട് തുടങ്ങി അല്ലെ? നാലാമത്തെ എന്തായി? മനുഷ്യൻ ട്രാവൽ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ സാധനങ്ങളും എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതാണ് കേട്ടോ സാധനങ്ങളും എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ആ പ്രോഗ്രസ് കണ്ട, ഈ പ്രോഗ്രസ്സിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? പോയിന്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് നോക്കൂ. വീൽഡ് കാർട്ട് വർ പുൾഡ് ബൈ ഹ്യൂമൻസ് അല്ലെ? ആദ്യത്തെ എന്താണ്? വീൽഡ് കാർട്ട് ദാറ്റ് വാസ് പുൾഡ് ബൈ ഹ്യൂമൻസ്. രണ്ടാമത്തെ എന്താ? വീൽഡ് കാർട്ട് വർ പുൾഡ് യൂസിങ് ആനിമൽസ്. ആനിമൽസിനെ വെച്ചിട്ടാണ് നമ്മൾ ഉന്തിയിരുന്നത്. ദെൻ ഹ്യൂമൻ ട്രാവൽഡ് ഇൻ വീൽഡ് കാർട്ട്സ്. വീൽഡ് കാർട്ട്സ് വഴി ഹ്യൂമൻസ് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ഇൻ വീൽഡ് കാർട്ട്സ് പീപ്പിൾ ട്രാവൽഡ് ആൻഡ് ക്യാരിഡ് ഗുഡ്സ് അലോങ് വിത്ത് ദം അല്ലെ? അതിലെന്താണ്? ഇങ്ങനത്തെ വണ്ടികളിൽ മനുഷ്യനും സഞ്ചരിക്കാൻ തുടങ്ങി, സാധനങ്ങളും മാറ്റാനായിട്ട് തുടങ്ങി. ഓക്കെ, ദെൻ ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ആൻഡ് എയർ ട്രാൻസ്പോർട്ട്. വാട്ടർ ട്രാൻസ്പോർട്ടും എയർ ട്രാൻസ്പോർട്ടിന്റെയും അഡ്വാൻറ്റേജസ് നോക്കണം. അപ്പോൾ ഇത് പേജ് നമ്പർ 19 ടേം 2 ബുക്കിൽ, നമ്മുടെ എക്സാം കഴിഞ്ഞ ബുക്കിൽ ഇത് നമുക്കൊരു ടേബിൾ വൈസ്, ഇപ്പൊ നിങ്ങൾ എല്ലാവരും അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എനിക്കറിയാം, എന്നാലും ടീച്ചർ അതൊന്നും കൂടെ പറഞ്ഞു എന്ന് മാത്രം. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ്
ആയിട്ടുള്ള ഒരു മേഖലയാണ് ലാൻഡ് വേ, എയർ വേ ആൻഡ് വാട്ടർ വേ. ഇതിന്റെ മൂന്നിന്റെയും അഡ്വാൻറ്റേജസ് എന്തായാലും പഠിച്ചിരിക്കണം. ഷുവർ ആയിട്ടും എക്സാമിന് ഇത് ചോദിക്കും. ഓക്കെ, സോ ഇവിടെ രണ്ടെണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്, വാട്ടർ ട്രാൻസ്പോർട്ടും എയർ ട്രാൻസ്പോർട്ടും ആണ്. അപ്പോൾ വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്. ഓക്കെ, വാട്ടർ ട്രാൻസ്പോർട്ട് എന്താണ്? ലെസ് എക്സ്പെൻസീവ് ആണ്. വെരി ലോ ലെവൽ ഓഫ് പൊല്യൂഷൻ. പൊല്യൂഷൻ എന്താണ്? കുറവാണ്. ഫോറിൻ ട്രേഡ്, നമുക്ക് ഫോറിൻ ട്രേഡ് ഒക്കെ നമ്മൾ നടത്തുന്നത് ഈ വലിയ വലിയ ഷിപ്പിലൂടെയൊക്കെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോവുക അല്ലേ. അപ്പോൾ അതാണ് വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ അഡ്വാൻറ്റേജസ്. ഷുവർ ആയിട്ടും എക്സാമിന് ചോദിക്കും. ഓക്കെ, എന്തായാലും ചോദിക്കും. നിങ്ങൾ നാളത്തെ ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളത്തെ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ വന്ന് പറയും ടീച്ചർ ഈ ചോദ്യം ചോദിച്ചിരുന്നു കേട്ടോ. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എയർ ട്രാൻസ്പോർട്ട്. എയർ ട്രാൻസ്പോർട്ട് എന്താ? ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലേ. നമുക്ക് പറന്നെത്താം, എവിടെ വേണമെങ്കിലും സ്പീഡിൽ പോവാം അല്ലേ എയറോപ്ലെയിനിൽ. ദെൻ യൂസ്ഡ് ഫോർ നാഷണൽ ഡിഫൻസ് സർവീസസ്. നമുക്ക് നാഷണൽ ഡിഫൻസ് സർവീസസിലേക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്പാൻഷൻ ഓഫ് ട്രേഡ്, നമ്മൾ കപ്പൽ വഴിയും അതേപോലെ തന്നെ നമ്മൾ എന്താണ് എയർ വഴിയും എന്താണ് നമ്മൾ ട്രേഡ് കൂടുതലായിട്ടും എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെ നടത്തുന്നില്ലേ, ഇതൊക്കെ ഇതിലൂടെയാണ്. ഈ എയർവേസും വാട്ടർവേസും യൂസ് ചെയ്തിട്ടാണ്. കൂടുതലും എയർവേസ് വഴിയാണ് നമുക്ക് സ്പീഡി ആയിട്ടുള്ള എക്സ്പാൻഷൻ നടത്തുന്നത്. അപ്പൊ ആ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കണം. മാച്ച് ദ സർഫേസ് വിത്ത് ദ റൈറ്റിംഗ് ഡിവൈസ്. അപ്പം മൂന്ന് രീതിയിലുള്ള സർഫസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയിരുന്നതും വായിച്ചിരുന്നതും ഒക്കെ. പണ്ട്, ഇപ്പം അല്ല കേട്ടോ, ഇപ്പൊ നമ്മൾ വായിക്കണതൊക്കെ ഏതാണ്? ബുക്കിലൂടെയൊക്കെയാണ്, അതല്ല. അപ്പോൾ ദ സർഫസ് യൂസ്ഡ് ടു റൈറ്റ്, നമ്മൾ എഴുതിയിരുന്ന സർഫസ് ഏതൊക്കെയാണ്? സ്റ്റോൺ ഉണ്ട്, ഓക്കെ, കല്ല് യൂസ് ചെയ്ത് എഴുതിയിരുന്നു, കോപ്പർ പ്ലേറ്റ് യൂസ് ചെയ്ത് എഴുതിയിരുന്നു, പാം ലീഫ് യൂസ് ചെയ്ത് എഴുതിയിരുന്നു. ഇതാണ് നമ്മുടെ സർഫസ്. ഓക്കെ, ഇതിലൊക്കെ എഴുതിയിരുന്ന റൈറ്റിംഗ് ഡിവൈസ് ഏതാണ് എന്ന് മാച്ച് ചെയ്യാനാ പറഞ്ഞ. മെറ്റൽ സ്റ്റൈലസ്, സ്റ്റൈലിസ് നൊഴയം ആൻഡ് ഷാർപ്പ് സ്റ്റോൺ. ഇത് മാച്ച് ചെയ്യാം നമുക്ക് അല്ലേ. അപ്പൊ സ്റ്റോണ്, ഷാർപ്പ് സ്റ്റോൺ വെച്ചിട്ടാണ് നമ്മൾ എഴുതിയിരുന്നത്. കോപ്പർ പ്ലേറ്റിൽ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്? മെറ്റൽ സ്റ്റൈലസ് വെച്ചിട്ടാണ് എഴുതിയിരുന്നത്. പാം ലീഫിലോ സ്റ്റൈലിസ് ഓർ നഴയം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. Distinguish between interpersonal communication and mass communication including example. Interpersonal communication ഉം mass communication ഉം തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ, ഓക്കെ, അതും തമ്മിലുള്ള ഡിഫറൻസ് എക്സാമ്പിൾ സഹിതം എഴുതണം. വെറുതെ എഴുതിയ പോരെ, എന്തും കൂടെ എഴുതണം, എക്സാമ്പിൾ എഴുതണം കേട്ടോ. അപ്പൊ നോക്കാം ഇത് എങ്ങനെയാണെന്ന്. So it was also in the page 19, നമ്മുടെ എക്സാം പോയിന്റ് ടേം 2ന്റെ പേജ് 19 നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടാവും എന്നറിയാം. ഒന്നും കൂടെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് റെഫർ ചെയ്യാം. Interpersonal communication എന്താണ്? It is the exchange of messages or ideas from one person to another. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് നമ്മൾ മെസ്സേജ് പാസ് ചെയ്യുന്നതാണ് ഇന്റർപേഴ്സണൽ. അത് ഒരാളും മാത്രമേ അറിയുള്ളൂ. ഓക്കെ, മൂന്നാമത്തെ ആരും അറിയില്ല. അതിന്റെ എക്സാമ്പിൾ ഏതാ? ഇൻലാൻഡ്, ടെലഗ്രാഫ്, ഇമെയിൽ, ഫോൺ, ഇതെല്ലാം നമുക്ക് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. പക്ഷെ മാസ് കമ്മ്യൂണിക്കേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ദ ഡെലിവറി ഓഫ് എ മെസ്സേജ് ഓർ ഐഡിയ ടു ലാർജ് ചങ്ക് ഓഫ് പീപ്പിൾ അല്ലേ. ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജ് എത്തിക്കൽ എന്താണ്? മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ന്യൂസ് പേപ്പർ, റേഡിയോ, സെമിനാർ ഒക്കെ എന്താണ്? മാസ് കമ്മ്യൂണിക്കേഷൻ. മിസ് ഇപ്പൊ എടുക്കുന്ന ലൈവ് എന്താ? മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ. കുറേ പേര് അല്ലേ, നമ്മൾ കുറേ പേര് ഇതിരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതൊരു മാസ് കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യാ? നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്താണ് ഇന്റർപേഴ്സണലും എന്താണ് മാസ് കമ്മ്യൂണിക്കേഷനും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ന്യൂസസ് ആൻഡ് മെസ്സേജസ് ആർ എക്സ്ചേഞ്ച്ഡ് മെയിൻലി ഇൻ 2 ways. ഐഡന്റിഫൈ ദം. ഇപ്പൊ നമ്മൾ പറഞ്ഞേ ഉള്ളൂ, ന്യൂസുകളും മെസ്സേജുകളും നമ്മൾ 2 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ആ രീതി നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഫൈൻ. സോ means of communication are classified into interpersonal and mass communication. ഇപ്പൊ നമുക്ക് എക്സാമിന് ചിലപ്പോൾ ഈ ഒരു ഭാഗം തരില്ല.
എങ്ങനെ തരും? മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ തരും. ഇവിടെ ഡാഷ് തന്നിട്ട് ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഡാഷ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഡൺ. അപ്പോ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മാസ് കമ്മ്യൂണിക്കേഷനും ആണ്, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനും ആണ്. എന്തായിരുന്നു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇപ്പൊ ടീച്ചർ പറഞ്ഞുള്ളൂ. വാട്ട് ഈസ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ? Yes, interpersonal communication is the exchange of messages or ideas from one person to another. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിരുന്നത് അല്ലേ? ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ടൂളുകളെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ്. ഈ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് ഇൻലാൻഡ്. ഓക്കെ, ഇൻലാൻഡ് വരും, ടെലഗ്രാഫ് വരും, ഇമെയിൽ വരും, മൊബൈൽ ഫോൺ വരും, ഫാക്സ് മെഷീൻ, ടെലിഫോൺ. ഇതെല്ലാം എന്താണ്? ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾ ആണ്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾ ആണ്. സോ വൺ പേഴ്സണിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് മാറിപ്പോവരുത് കേട്ടോ, ഒരിക്കലും അത് മാറിപ്പോവല്ലേ. ദെൻ വാട്ട് ഈസ് മാസ് കമ്മ്യൂണിക്കേഷൻ? മാസ് കമ്മ്യൂണിക്കേഷൻ മീൻസ്, ഇവിടെ ഒരു ഹൈഫൺ ഉണ്ട്. Mass communication is the delivery of a message or idea to a large chunk of people. Okay, ഒരുപാട് പീപ്പിളിൽ എത്തണമെങ്കിൽ അതിനെയാണ് നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിരുന്നത്. Mass medias are the mass medias used for this purpose. നമ്മൾ വലിയ വലിയ മീഡിയാസ്, മാസ് ആയിട്ടുള്ള മീഡിയാസ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുക. എക്സാമ്പിൾ ഏതാണ്? ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്, റേഡിയോ ഉണ്ട്, ടെലിവിഷൻ, സെമിനാർ, പബ്ലിക് മീറ്റിംഗ്, സ്ട്രീറ്റ് പ്ലേ. ഇതെല്ലാം നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് കൂട്ടാം. ഓക്കെ, ഒരാളിൽ നിന്നും മറ്റൊരാൾ, ഒരു പേഴ്സൺ അല്ലാതെ ബാക്കി എങ്ങനെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയാലും അത് ഏതാണ്? മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ മിക്കവാറും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഇങ്ങനെ മിക്സ് ചെയ്ത് തരും. ഓക്കെ, എന്താണ് മാസ് കമ്മ്യൂണിക്കേഷനും ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനും മിക്സ് ചെയ്ത് തന്നിട്ട് അതിനെ സ്ക്രോട്ട് ഔട്ട് ചെയ്യാനായിട്ടായിരിക്കും പറയുക. അപ്പൊ അത് നിങ്ങൾ ചെയ്യാം. ഇപ്പൊ ടീച്ചർ പറഞ്ഞല്ലോ, അപ്പോഴേക്കും ആ ക്വസ്റ്റ്യൻ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നോക്കാട്ടാ. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻടു ഇന്റർപേഴ്സണൽ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഏതൊക്കെ തന്നിട്ടുണ്ട്? ഇൻലാൻഡ് തന്നിട്ടുണ്ട്, ന്യൂസ് പേപ്പേഴ്സ് തന്നിട്ടുണ്ട്, ടെലഗ്രാഫ്, ഇമെയിൽ, പബ്ലിക് മീറ്റിംഗ്, സ്ട്രീറ്റ് പ്ലേ ആൻഡ് മൊബൈൽ ഫോൺ. ഇതില് ഇന്റർപേഴ്സണലും മാസ് കമ്മ്യൂണിക്കേഷനും ഏതാന്നാണ്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇൻലാൻഡ്, ടെലഗ്രാഫ്, ഇമെയിൽ, മൊബൈൽ ഫോൺ. ഇതെല്ലാം എന്താ? ഒരു വ്യക്തിയിൽ നിന്നും ഒരു വ്യക്തിയിലേക്ക്. ദാറ്റ് ഈസ് ഇന്റർപേഴ്സണൽ. ഈ തന്നതിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണ്? ന്യൂസ് പേപ്പേഴ്സ് വരും, പബ്ലിക് മീറ്റിംഗ്സ് വരും, ദെൻ വി ഓൾസോ ഹാവ് സ്ട്രീറ്റ് പ്ലേ. ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്? ഈ മാസ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. അപ്പൊ അതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും അതൊന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചോദിക്കാം. പോകട്ടെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. കംപ്ലീറ്റ് ദ ടേബിൾ. ഓക്കെ, അപ്പൊ ടേബിള് ക്ലാരിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കയ്യിലുള്ള എക്സാം പോയിന്റിന്റെ ഗൈഡ് റെഫർ ചെയ്യാം. ഇറ്റ് വാസ് ഓൺ ദ പേജ് 15. ഓക്കെ, ടേം 2 പേജ് 15 ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബ്ലാങ്ക് സ്പേസസ് ഉണ്ട്. 1 2 3 3 ബ്ലാങ്ക് സ്പേസസ് ഉണ്ട്. ഈ 3 ബ്ലാങ്ക് സ്പേസസും ഫിൽ ചെയ്യണം. ദ സർഫേസ് യൂസ്ഡ് ടു റൈറ്റ് ദ റൈറ്റിംഗ് ഡിവൈസ്. ഇതില് സർഫസ് എഴുതാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത സർഫസ് ഏതൊക്കെയാണ് എന്നാണ്? ഏതാണ്? സ്റ്റോൺ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ എ സ്റ്റോൺ. സ്റ്റോണിൽ യൂസ് ചെയ്ത റൈറ്റിംഗ് ഡിവൈസ് ആണ് ഷാർപ്പ് സ്റ്റോൺ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു മാച്ച് ദ ഫോളോയിങ് വന്നിട്ട്. അപ്പൊ മനസ്സിലായില്ലേ? ഈ ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ദ ഫോളോയിങ്ങിലും വരും. ദെൻ കോപ്പർ പ്ലേറ്റില് മെറ്റൽ സ്റ്റൈൽസ് ആണ്, പാം ലീഫില് സ്റ്റൈലസ് ഓർ നഴയമാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ക്ലിയർ ആയില്ലേ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല? അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പല രീതിയിൽ, ഇപ്പൊ നമ്മൾ 2 രീതിയിൽ ക്വസ്റ്റ്യൻസ് കണ്ടു. ആ 2 രീതിയും നമുക്ക് പോസിബിൾ ആണ് ചോദിക്കാൻ. ഓക്കെ, ദെൻ ഡിഫൈൻ ദ ടേം വെഹിക്കിൾ. വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു ടേം ഡിഫൈൻ ചെയ്യാൻ നല്ലൊരു കാറൊക്കെ ടീച്ചർ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടാ. നല്ല രസമില്ലേ കാറ് കാണാൻ? അപ്പോ ഈ വെഹിക്കിൾ എന്നുള്ള ടേം നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാം? സിമ്പിൾ ആണ് അല്ലേ? ദ ടേം വെഹിക്കിൾ മീൻസ്
മീൻസ് ഡിവൈസ് ടു ക്യാരി. നമ്മളെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ സാധനങ്ങൾ ക്യാരി ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് വെഹിക്കിൾ എന്ന് പറയുന്നത്. വെഹിക്കിൾ ആർ മെക്കാനിക്കൽ നോൺ മെക്കാനിക്കൽ സിസ്റ്റം യൂസ്ഡ് ഫോർ ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്. അല്ലേ, ഇതെന്താണ്? മെക്കാനിക്കലും നോൺ മെക്കാനിക്കൽ സിസ്റ്റവും ഉണ്ട്. ഇതിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? മൂവ്മെന്റ് ഓഫ് പീപ്പിൾ അല്ലേ, നമ്മുടെ മൂവ്മെന്റിനും അതേപോലെ തന്നെ ഗുഡ്സ് സാധനങ്ങളുടെ മൂവ്മെന്റ് ട്രാൻസ്പോർട്ടേഷനും നമ്മൾ വെഹിക്കിൾസ് യൂസ് ചെയ്യാറായിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെയിൻ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്? സിമ്പിൾ ആണ് അല്ലേ, നമുക്ക് 3 മോഡ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ലാൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്, വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ട്, എയർ ട്രാൻസ്പോർട്ട്. ലാൻഡ് ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട് ആൻഡ് എയർ ട്രാൻസ്പോർട്ട്. ഇതിന്റെ 3ന്റെയും അഡ്വാൻറ്റേജസ് പഠിച്ചു വെക്കാം. വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ആൻ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് വെഹിക്കിൾസ്? വെഹിക്കിളിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം, ബ്ലോക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോഴായിരിക്കും ബ്ലോക്കുകൾ വരിക. പിന്നെ എന്ത് വരും? പൊല്യൂഷൻ വരും, ഹെൽത്ത് ഇഷ്യൂസ് വരും. ഇതെല്ലാം പ്രോബ്ലം ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇൻക്രീസ്ഡ് ട്രാഫിക് കൺജഷൻ അല്ലേ, ഭയങ്കരമായിട്ടുള്ള ട്രാഫിക് കൺജഷൻ വരും. എയർ പൊല്യൂഷൻ, വായു മലിനീകരണം. ദെൻ നോയ്സ് പൊല്യൂഷൻ അല്ലെ, ഇങ്ങനെ ശബ്ദം, ഇങ്ങനെ ഹോൺ അടിക്കുന്ന ശബ്ദം കേട്ട് നമുക്ക് തലവേദനിക്കുന്ന ശബ്ദം വരെ വരും. സോ നോയ്സ് പൊല്യൂഷൻ വരും. ദെൻ ഹെൽത്ത് പ്രോബ്ലംസ്, ഇപ്പൊ ടീച്ചർ ഡിസ്കസ് ചെയ്തു അല്ലേ. ഹൈ ട്രാഫിക് ആക്സിഡൻസ്, എന്താണ്? ആക്സിഡന്റുകൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ, ഇപ്പൊ നമ്മൾ റിക്കറന്റ് ആയിട്ട് കേട്ടോന്നിരിക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് വെഹിക്കിൾസിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. അപ്പോൾ വണ്ടിയിലൊക്കെ ആരെങ്കിലും പോകുമ്പോൾ, ആരെങ്കിലും കൂടെ പോകുമ്പോഴൊക്കെ മെല്ലെ സൂക്ഷിച്ചു പോണട്ടോ എല്ലാവരും. Then observe the transport map of Kerala given below. കേരളത്തിന്റെ ഒരു ട്രാൻസ്പോർട്ട് മാപ്പ് തന്നിട്ടുണ്ട്. ഐ തിങ്ക് നിങ്ങൾക്ക് അത് ക്ലിയർ ആയിരിക്കും. ക്ലിയർ അല്ലെങ്കിൽ എക്സാം പോയിന്റ് ടേം 2 പേജ് നമ്പർ 14 എടുത്ത് എല്ലാവരും വേഗം ഒന്ന് വേഗം റെഫർ ചെയ്യാം. അത് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What are the major ports in Kerala? കേരളത്തിലെ മേജർ പോർട്ടുകൾ ഏതൊക്കെയാണ്? നമുക്ക് മെയിൻലി 2 പോർട്ടാണുള്ളത്. ഒരു പോർട്ട് ദേ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടാ. ഏത് പോർട്ടാണ്? ദാറ്റ് ഈസ് വിഴിഞ്ഞം ഹാർബർ. പിന്നെ രണ്ടാമത്തെ ആൾ എവിടെ കിടക്കുന്നുണ്ട് എന്നറിയോ? ദേ ഇവിടെ കിടക്കുന്നുണ്ട്, കൊച്ചി ഹാർബർ. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ കേരളത്തിന്റെ മേജർ 2 പോർട്ടുകൾ, കൊച്ചി ഹാർബറും വിഴിഞ്ഞം ഹാർബറും. ഓക്കെ, write the names of district where the international airport of Kerala's are located. കേരളത്തിലെ ഇന്റർനാഷണൽ എയർപോർട്ടുകൾ ഉള്ള ജില്ലകൾ എഴുതാൻ. ഏതൊക്കെയാണ് ജില്ല? അതെ, ഇവിടാണ് ആദ്യത്തെ ആള് കിടക്കുന്നത്. ഇന്റർനാഷണൽ എയർപോർട്ട് കണ്ണൂര്, കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് കിടക്കുന്നുണ്ട്. ദെൻ ഇന്റർനാഷണൽ എയർപോർട്ട് കോഴിക്കോട്, കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. ദെൻ ഇന്റർനാഷണൽ എയർപോർട്ട് കൊച്ചി, കൊച്ചിയിൽ ദേ ഹാർബറും ഉണ്ട്, ഇന്റർനാഷണൽ എയർപോർട്ടും ഉണ്ട്. ദെൻ ഇന്റർനാഷണൽ എയർപോർട്ട് തിരുവനന്തപുരം, തിരുവനന്തപുരത്തും ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. 4 ഇന്റർനാഷണൽ എയർപോർട്ട്സ് ആണ് നമുക്ക് കേരളത്തിലുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. Then observe the pictures and write the characteristics of trains of different era. 6 കാലഘട്ടത്തിലെ 6 വ്യത്യസ്ത രീതിയിൽ ഉപയോഗിച്ചിരുന്ന ട്രെയിനുകളാണ്. ട്രെയിനിൽ പോയിട്ടില്ല എല്ലാവരും? ട്രെയിനൊക്കെ ഇഷ്ടമല്ലേ എല്ലാവർക്കും ട്രെയിനിൽ യാത്ര ചെയ്യാനൊക്കെ? അപ്പൊ കേരളത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ പറയാ കേട്ടോ, ട്രെയിനിൽ ഒരു ദിവസം ഒന്ന് കൊണ്ടുപോകാൻ പറയാ. അപ്പൊ 6 ഡിഫറെന്റ് ഫേസസിലുള്ള ട്രെയിൻസിന്റെ ജേർണീസ് ആണ്. അപ്പൊ അതൊന്ന് നോക്കാം. ദ ട്രെയിൻ ക്യാരിയിങ് കോൾ, ആദ്യത്തെ ട്രെയിൻ എങ്ങനെയാണ്? കോള്, ഓക്കെ, കൽക്കരി ആയിരുന്നു. രണ്ടാമത്തെ കാരേജ് ട്രാക്ഡ് ബൈ ഹോഴ്സസ് അലോങ് എ സ്പെഷ്യൽ ട്രാക്ക്. ദെൻ മൂന്നാമത്തെ എന്താ? കോൾ കാർട്ട് യൂസ്ഡ് ഫോർ ദ ജേർണി. ഡീസൽ പവേർഡ് വെഹിക്കിൾ, നാലാമത്തേക്ക് ആയപ്പോഴേക്കും ഡീസൽ പവേർഡ് വെഹിക്കിൾസ് വന്നത്. ഇതാണ് നാലാമത്തെ. ദെൻ ഇലക്ട്രിക് ട്രെയിൻ, 5ാമത്തെ ആയപ്പോഴേക്കും ഇലക്ട്രിക് ട്രെയിനുകൾ വന്നു. ഇതാണ് 5ാമത്തെ. 6ാമത്തെ ആയപ്പോഴേക്കും എന്തായി? ബുള്ളറ്റ് ട്രെയിനുകളായിട്ട് മാറി. ഓക്കെ, അപ്പൊ ഈ 6 കാലഘട്ടം ജസ്റ്റ് ടീച്ചർ ഒന്ന് അറിയാൻ നോട്ട് ചെയ്തതാണ്. ഇത് ചിലപ്പോൾ ഷഫിൾ ചെയ്ത് വന്നിട്ട് ഓർഡർ ആക്കാൻ പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഹെൽപ്ഫുൾ ആണ്. പിന്നെ എന്താണ് കാണുന്നത്? മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ? Look at the pictures that show some of the changes that both the invention of wheel brought the human life. Okay, human lifeൽ എങ്ങനത്തെയൊക്കെ ഇൻവെൻഷൻ ആണ് വീലിലൂടെ വന്നത് എന്നാണ് നമുക്ക് നോക്കാം. So first question, what other changes have occurred in human life with the advent of wheel? Prepare
നോട്ട്? നമ്മൾ വീല് കണ്ടുപിടിച്ചതോടുകൂടി എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? ട്രാവൽ ബിക്കം ഫാസ്റ്റർ അല്ലേ? ട്രാവലുകളൊക്കെ കൂടുതൽ ഫാസ്റ്റർ ആയി. ലോങ്ങർ ഡിസ്റ്റൻസ് കുഡ് ബി കവേർഡ്. എന്താണ്? വലിയ രീതിയിലുള്ള ഡിസ്റ്റൻസ് എല്ലാം കവർ ചെയ്യാനായിട്ട് പറ്റി. Then less workload, more goods could be carried. Then വളരെ ചെറിയ വർക്ക് ലോഡ് കൂടി നമുക്ക് കൂടുതൽ സാധനങ്ങൾ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് പറ്റി. Then what does question B? List the three major modes of transport and we use today and give examples of each. Okay, മൂന്ന് രീതിയിലുള്ള മോഡുകൾ ഓഫ് ട്രാൻസ്പോർട്ട് ഏതാ? ലാൻഡ് വേസ് ഉണ്ട്, എയർവേസ് ഉണ്ട്, വാട്ടർ വേസ് ഉണ്ട് അല്ലേ? ഈ മൂന്നെണ്ണത്തിന്റെയും എക്സാമ്പിൾ. ഇപ്പോൾ ലാൻഡിലാണെങ്കിൽ ബസ്സസ് ഒക്കെ നമുക്ക് പറയാം, റോഡ് ട്രാൻസ്പോർട്ട് പറയാം. വാട്ടറിലാണെങ്കിൽ സീ ഉണ്ട്, എയർ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ നാഷണൽ എയർ ട്രാൻസ്പോർട്ടുകൾ ഉണ്ട്. ഓക്കെ, then which country has the India's second largest road network in the world? വേൾഡിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് ഉള്ള രാജ്യം ഏതാണ്? ചൈന, ഇന്ത്യ, ഇംഗ്ലണ്ട്, ജർമ്മനി. ഇറ്റ് വാസ് ഇന്ത്യ. ഓക്കെ, ഏതാണ്? ഇന്ത്യ ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻ. പിന്നെ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ രണ്ട് പേര് എന്തോ കാണിക്കുന്ന, കുറെ പേര് അവിടെ ഇരിക്കുന്ന ഒരു പിക്ചർ ആണ് തന്നിരിക്കുന്നത്. ഒരു പഴയ കാലഘട്ടമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. The picture show one of the means of communication used king in ancient time to convey news and messages to the public. Okay, അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ആർ ദ മെത്തേഡ് യൂസ്ഡ് ബൈ ദ ഏർലി ഹ്യൂമൻസ് ടു കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ്? പണ്ട് ഫോണൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ പണ്ടത്തെ കാലത്തെ ആൾക്കാര് എങ്ങനെയാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നത് എന്നാണ്. എങ്ങനെയാണ്? നമുക്ക് ഫേഷ്യൽ മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു, തീ ഉപയോഗിച്ച്, സ്മോക്കുകൾ, സിമ്പൽ വഴി, ഇങ്ങനെയൊക്കെയാണ് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, then the script developed by Sumerians is known as hieroglyphics, cuneiform, Sanskrit, Chinese. ഏതിലൂടെയാണ്? that is cuneiform script ആണ്. Okay, then what are the method used to communicate news and messages in modern times? Okay, news ഉം മെസ്സേജസ് ഒക്കെ നമുക്ക് മോഡേൺ ടൈംസിൽ എത്തിയത് ഏത് മെത്തേഡിലൂടെയാണ് എന്നാണ്? ദാറ്റ് ഈസ് ഫോൺ വഴി, ലെറ്റർ വഴി, ടെലിവിഷൻ വഴി, ഓൺലൈൻ സിസ്റ്റം, ന്യൂസ് പേപ്പേഴ്സ്, ഇതിലൂടെ എല്ലാം നമുക്ക് ഇന്നെത്തുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് എന്തായിട്ട് പറയാം? ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ടും മാസ് കമ്മ്യൂണിക്കേഷൻ ആയിട്ടും പറയാം. ഓക്കെ, ക്ലാസ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും റിപ്ലൈ ഒക്കെ ഇടുന്നുണ്ട്, ചാറ്റ് ബോക്സിൽ കാണുന്നുണ്ട് ടീച്ചർ. ഓക്കെ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് എയർ ട്രാൻസ്പോർട്ട്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയാണ് എയർ ട്രാൻസ്പോർട്ടിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? അത് ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്. എളുപ്പം നമുക്ക് എത്താനായിട്ട് പറ്റും. കണക്ട് കൺട്രീസ് ഓഫ് ഡിഫറെന്റ് കോണ്ടിനെന്റ്സ് ആൻഡ് മേക്ക് ദ എർത്ത് എ ഗ്ലോബൽ വില്ലേജ്. ഓക്കെ, എല്ലാവിടേക്കും നമുക്ക് ലോകത്തിൽ എങ്ങോട്ട് വേണമെങ്കിലും പോവാം അല്ലേ? then used for national defense services, tourism, ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ എയർ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ 7. അപ്പോൾ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ ആക്ച്വലി സിമ്പിൾ ചാപ്റ്റർ ആണ്. അതിൽ എന്ത് കണ്ടന്റാ കൂടുതൽ പഠിക്കേണ്ട? ലാൻഡ് വേ, എയർ വേ, വാട്ടർ വേ. ഇത് മൂന്ന് കണ്ടന്റും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അതേപോലെ ഇന്റർപേഴ്സണലും മാസ് കമ്മ്യൂണിക്കേഷനും, ഈ രണ്ട് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇതിന്ന് നമുക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും. Okay, so let's move to the last chapter. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ എത്തി അല്ലേ? Know our world. എന്താണ്? നാടറിയാം എന്നുള്ളൊരു ചാപ്റ്റർ ആണ്. സിമ്പിൾ ആണ് അല്ലേ? നമ്മുടെ കേരളത്തിനെ കുറിച്ച്, നമ്മുടെ കേരളത്തിലെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. സോ എന്താണ്? കേരളം ഈസ് നോൺ ആസ് ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് അല്ലേ? നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയണ്ട, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം മെയിൻലി നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തിനൊക്കെ കുറിച്ച് പഠിക്കുന്നു? നമ്മുടെ കേരളത്തിൻ്റെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് അല്ലേ? എങ്ങനെയാണ് ഇതിൻ്റെ ഭൂപ്രകൃതി, എങ്ങനെയാണ് ഇതിൻ്റെ സോയിലുകൾ, എങ്ങനെയാണ് ക്ലൈമറ്റുകൾ അല്ലേ? ഇതിൻ്റെ സബ് ഡിവിഷൻസ് എന്തൊക്കെയാണ്? എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഈ നോ അവർ ലാൻഡിലൂടെ പഠിക്കുന്നത്. നമ്മൾ തന്നെ ഇത് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ അറിയുക അല്ലേ? സോ നമുക്ക് നോക്കാം.
അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ഒരു ഗ്രാമപഞ്ചായത്തിലൂടെയാണ്. ഐ തിങ്ക് നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഓർമ്മയുണ്ടാവും ഇല്ലേ? അതിന്റെ തുടക്കം ഓർമ്മയില്ലേ? സോ ഒരു വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലൂടെയാണ് ഈ ചാപ്റ്റർ തുടങ്ങിയത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ അതിൽ നിന്ന് തന്നെ തുടങ്ങാം ട്ടാ. Vaniamkulam has a physiography consisting of hills and plains, which is the major river seen in the outline. അപ്പോൾ വാണിയംകുളം എന്ന് പറയുന്നത് നമ്മുടെ ഹിൽസും മലകളും പ്ലെയിനുകളൊക്കെ ഉള്ള ഒരു നല്ലൊരു ഫിസിയോഗ്രഫിക് ഡിവിഷൻ ആണ്. അപ്പോൾ കേരളത്തിലെ വിച്ച് ഈസ് ദ മേജർ റിവർ സീൻ ഇൻ ദ ഔട്ട്ലൈൻ, ഇതിലെ ഏത് റിവർ ആണ് കാണുന്നത് എന്നാണ്. നമുക്ക് ഇങ്ങനെ നോക്കാല്ലേ, ഇവിടെ ഒന്നും നമുക്ക് റിവർ കാണാനായിട്ട് പറ്റുന്നില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം. ഭാരതപ്പുഴയാണ് ആ റിവർ. ഓക്കെ, ആൻസർ ഏതാണ്? ഭാരതപ്പുഴ. ഫൈൻ. Moving to the second one, find out the major mode of transport that runs parallel to the Bharatapuzha. ഭാരതപ്പുഴയ്ക്ക് പാരലൽ ആയിട്ട് പോകുന്ന ട്രാൻസ്പോർട്ട് ഏതാണ്? ഇതാണ് പാരലൽ ആയിട്ട് പോകുന്ന ട്രാൻസ്പോർട്ട്. ഏത് ട്രാൻസ്പോർട്ട് ആണത്? ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ കണ്ടാൽ അറിയാൻ പറ്റും, റെയിൽവേ ലൈൻ ആണ്, റെയിൽവേ ആണ്. ഓക്കെ, സോ സിമ്പിൾ ആയി. ആ ക്വസ്റ്റ്യൻ നോക്കുക, ആൻസർ എഴുതുക. Then second one da. List out the major crops of highland, midland and coastal region. Highland, midland, coastal area എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ കേരളത്തിനെ സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഹൈലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യെസ്, മുകളിൽ അല്ലെ മലയോര പ്രദേശമാണ്. മിഡ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇടനാട്, മലനാട്, ഇടനാട്. കോസ്റ്റൽ ലൈൻ എന്ന് കോസ്റ്റൽ റീജിയൻ എന്ന് പറഞ്ഞാൽ തീരപ്രദേശം അല്ലെ. മലനാടുണ്ട്, ഇടനാടുണ്ട്, തീരപ്രദേശമുണ്ട്. അപ്പൊ ഈ മലനാട്ടിലൊക്കെ ഏത് ടൈപ്പ് ഓഫ് ഹൈലാൻഡ്സിലൊക്കെ ഏത് ടൈപ്പ് ഓഫ് ക്രോപ്സുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാണ് ഒരു പിക്ചർ, ഒരു ടേബിൾ ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ക്ലിയർ അല്ലെങ്കിൽ പേജ് നമ്പർ 33 എക്സാം പോയിന്റ് ടേം 2ന്റെ പേജ് നമ്പർ 33 ഗൈഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഒന്ന് റെഫർ ചെയ്യാം. ഹൈലാൻഡിൽ നമുക്ക് കാണുന്നത് ടീ. ഓക്കെ, ടീ കാണാം, അതേപോലെ തന്നെ കാർഡമം കാണാം, അതേപോലെ കോഫി കാണാം, പെപ്പർ കാണാം, ടേമറിക്, ജിഞ്ചർ, റബ്ബർ. ഇതിന്റെ ഒന്നും മലയാളം പറയണ്ടല്ലോ. ടീ എന്താണ്? നമ്മുടെ തേയില, കാർഡമം ഏലക്ക, കോഫി കാപ്പിപ്പൊടി, ദെൻ പെപ്പർ എന്താണ്? കുരുമുളക്, ടേമറിക് മഞ്ഞൾ കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ ജിഞ്ചർ അല്ലെ ഇഞ്ചി, റബ്ബർ എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. ദെൻ മിഡ്ലാൻഡ്, ഒരു ഇടനാട്ടിൽ എന്തൊക്കെ കാണും? ടാപ്പിയോക്ക, കിഴങ്ങ് വർഗ്ഗങ്ങൾ കാണും. കൊലക്കീശ, കൊലക്കീശ എന്താണ്? ദാറ്റ് ഈസ് നമ്മുടെ ചേമ്പക്കില്ലേ, അതാണ്. ദെൻ യാംസ്, ചേന കാണാം, ബനാന, ഓക്കെ, പഴം, കാഷ്യൂ, പാഡി കൾട്ടിവേഷൻ ഒക്കെ ഇടനാടിലാണ്. കോസ്റ്റൽ റീജിയനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ദാറ്റ് ഈസ് പാഡി കൾട്ടിവേഷനും കോക്കനട്ടും. ഓക്കെ, തീരപ്രദേശങ്ങളിൽ നമുക്ക് തെങ്ങും അതേപോലെ തന്നെ പാഡി കൾട്ടിവേഷനും ആണ് കാണാൻ പറ്റുന്നത്. ദെൻ ക്വസ്റ്റ്യൻ ബി നോക്കാം. അപ്പൊ ഇത്രയാണ് ക്വസ്റ്റ്യൻ എ. ക്വസ്റ്റ്യൻ ബി നോക്കാം. ഐഡന്റിഫൈ ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ് വിത്ത് ദ ഇസെൻഷ്യൽ ഫാക്ടേഴ്സ് ദാറ്റ് കം ടുഗദർ ടു എൻഷുർ ദ അഗ്രികൾച്ചറൽ പ്രോസ്പെറിറ്റി ഓഫ് ആൻ ഏരിയ. ഓക്കെ, ഒരു ഏരിയയുടെ അഗ്രികൾച്ചറൽ പ്രോസ്പെറിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. ഏതാണ്? ഫെർട്ടൈൽ സോയിൽ, നല്ല മണ്ണായിരിക്കണം അല്ലെ. ക്വാളിറ്റി സീഡ്, എന്താണ്? നല്ല വിത്തിനങ്ങളായിരിക്കണം. മാൻ പവർ, മനുഷ്യരുടെ പ്രയത്നം നന്നായിട്ട് വേണം. സ്യൂട്ടബിൾ ക്ലൈമറ്റ്, അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ വേണം. ദെൻ ഇറിഗേഷൻ ഫെസിലിറ്റി അല്ലെ, നല്ല രീതിയിലുള്ള വെള്ളവും ഫെസിലിറ്റീസ് വേണം. മോഡേൺ ടെക്നോളജി, പുതിയ രീതിയിലുള്ള ടെക്നോളജീസ് എല്ലാം നമുക്ക് വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നമ്മുടെ അഗ്രികൾച്ചർ നല്ല രീതിയിൽ പോവുള്ളൂ. നമുക്കറിയാം നമ്മൾ അഗ്രികൾച്ചറലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് അല്ലേ. ദെൻ list out the employment mentioned in the picture below in tune with appropriate physiographic divisions. അപ്പോൾ ടീച്ചർ ഒരു 2, 4, 6 6 പിക്ചർ തന്നിട്ടുണ്ട്. ഈ 6 പിക്ചറും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ടീച്ചർ വിചാരിക്കുന്നു. നമ്മുടെ പേജ് നമ്പർ 33, ഓക്കെ, ടേം 2 ഗൈഡിലെ പേജ് നമ്പർ 33 ഇതിന്റെ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് റെഫർ ചെയ്യാം. അപ്പൊ ഈ പിക്ചർ അതിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫിസിയോഗ്രഫിക് ഡിവിഷൻസ്, ഏതൊക്കെ ഫിസിയോഗ്രഫിക് ഡിവിഷൻസിൽ ഏതൊക്കെ എംപ്ലോയ്മെന്റ് ആണ് എന്ന് കാണിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹൈലാൻഡിൽ, നമ്മുടെ മലനാടിൽ ഏതൊക്കെ രീതിയാണ്? റബ്ബറും ടീയും. ഹൈലാൻഡിൽ ഏതൊക്കെയാണ്? റബ്ബറും വരുന്നുണ്ട്, അതേപോലെ ടീയും വരുന്നുണ്ട്. ദെൻ
മിഡ്ലാൻഡിൽ എന്തൊക്കെയാണ് വരുന്നത്? പാഡി കൾട്ടിവേഷനും പോട്രി മേക്കിങ്ങും. ഓക്കെ, പാഡി കൾട്ടിവേഷനും ഇതേപോലെ പോട്രി മേക്കിങ്ങും ആണ്. കോസ്റ്റൽ ഏരിയാസിൽ എന്ത് വരും? പിസി കൾച്ചറും ഹസ്ക് ത്രഷിംഗ്. പിസി കൾച്ചർ എന്ന് പറഞ്ഞാൽ മീൻ വളർത്തലൊക്കെ. ഓക്കെ, ഹസ്ക് ത്രഷിംഗ് പറഞ്ഞാൽ നമ്മൾ ഈ തൊണ്ടൊക്കെ പൊട്ടിച്ചെടുക്കില്ലേ, അങ്ങനത്തെയാണ് ഹസ്ക് ത്രഷറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ കോസ്റ്റൽ ഏരിയ, തീരപ്രദേശത്ത് വരുന്നത്. അപ്പോൾ ഈ 3 ഡിവിഷൻസ്, ഹൈലാൻഡ്, മിഡ്ലാൻഡ്, കോസ്റ്റൽ ലാൻഡിലെ 3 ഡിവിഷൻസും അവിടെയുള്ള ക്രോപ്സും അവിടെയുള്ള എംപ്ലോയ്മെന്റും എന്തായാലും പഠിച്ചോളൂ. നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല, കാരണം ഇതിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, then why are there so many ecologically vulnerable areas in Kerala? കേരളത്തിൽ എക്കണോമിക്കലി വേർണബിൾ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. കാരണം എന്താ, നമുക്കറിയാം അല്ലേ, കാരണം ഇപ്പൊ തന്നെ നമുക്കറിയാം വയനാട്ടിൽ ദുരന്തം കഴിഞ്ഞു, നമുക്ക് റീസെന്റ് നമുക്ക് പറയാവുന്നതാണ് അല്ലെ. അതേപോലെ 2018 ഫ്ലഡ് ഉണ്ടായി, അതേപോലെ 2004 സുനാമി ഉണ്ടായി. ഇതെല്ലാം എന്ത് കാരണമാണ് ഇങ്ങനെ വരുന്നത്? കേരളത്തിന്റെ ഭൂപ്രകൃതിയൊക്കെ ഭംഗിയാണ്, സംഭവം ഗോഡ്സ് ഓൺ കൺട്രി ഒക്കെ ആണെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ പ്രശ്നങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Kerala has a physiography with many ecologically vulnerable areas. Apart from the crisis caused by human intervention, some natural calamities also harm the living world. ചില natural calamities, പ്രകൃതി ദുരന്തങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സൈക്ലോൺസ്, വൈൽഡ് ഫയേഴ്സ്, ഫ്ലഡ്, അതേപോലെ എർത്ത് ക്യൂക്ക്, സുനാമി, ലാൻഡ് സ്ലൈഡ് എല്ലാം. ഇപ്പൊ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യുക. ഇതെന്തായാലും ഈ ടേംസ് അറിഞ്ഞിരിക്കണം. എർത്ത് ക്യൂക്ക്, സുനാമി, ലാൻഡ് സ്ലൈഡ്, മണ്ണിടിച്ചിൽ, സുനാമി, ഭൂമി കുലുക്കം, ഇതെല്ലാം എക്സാമിന് ചോദിക്കും. The tsunami caused in 2004, the major flood in 2018, and landslide in Kavalapara in 2019, and Pettimudi in 2020 have made life difficult for the people in those areas. ഇപ്പൊ റീസെന്റ് പറയുകയാണെങ്കിൽ നമുക്ക് വയനാടും പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത്രയും എക്സാമ്പിളുകൾ എക്സാമിന് എഴുതാം. കേരളത്തിൽ നല്ല സ്ഥലം മാത്രമാണോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എക്കോളജിക്കലി നമ്മൾക്ക് കുറച്ച് വൾണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട് എന്ന് പറയാം. ഓക്കെ, how does Bharatapuzha influence the agriculture, food habits, transport, etc. of the people in വാണിയംകുളം ഗ്രാമപഞ്ചായത്ത്? വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് നമ്മളെ വിട്ട് പോയിട്ടില്ല കേട്ടോ, പിന്നെയും വന്നിട്ടുണ്ട്. അതെ, വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ എങ്ങനെയാണ് ഭാരതപ്പുഴ ഹെൽപ്പ് ചെയ്യണേ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കും? കാരണം ഭാരതപ്പുഴയില് ഫെർട്ടൈൽ സോയിലാണ്. ഓക്കെ, നല്ല സോയിൽ. ഭാരതപ്പുഴ കണ്ടിട്ടുണ്ട് എല്ലാവരും? നമുക്ക് നരസിംഹം ഫിലിം ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? നരസിംഹം ഫിലിമിൽ ആ മോഹൻലാൽ വരുന്നത് നമ്മുടെ ഭാരതപ്പുഴയെന്നാണ് കേട്ടോ. അപ്പൊ എക്സാം ഞാൻ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ ഇരുന്ന് കാണരുത്, നമുക്ക് വെക്കേഷൻ കിട്ടില്ലേ, അപ്പൊ ഇരുന്ന് കാണണം. ഓക്കെ, സോ ഫെർട്ടൈൽ സോയിൽ ഓൺ ദ ബാങ്ക് ഓഫ് ഭാരതപ്പുഴ ഈസ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. ഓക്കെ, നല്ല ഫലപുഷ്ടമായിട്ടുള്ള മണ്ണാണ് അവിടെ. പിന്നെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് റിലേറ്റഡ് ടു ദ റിവർ. അപ്പോൾ നല്ല മണ്ണായതുകൊണ്ട് തന്നെ അവിടെ എന്താണ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും റിവറുമായിട്ട് പുഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലവസരങ്ങളും കൂടുതലാണ്. മൂവി കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ പോസിബിലിറ്റി ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ടും അവിടെ കൂടുതലാണ്. What is highland, midland and coastal area? എന്താണ് ഹൈലാൻഡ്, എന്താണ് മിഡ്ലാൻഡ്, എന്താണ് കോസ്റ്റൽ ഏരിയ? ഇപ്പൊ ടീച്ചർ പറഞ്ഞു കേരളത്തിന് 3 ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ആണ് ഉള്ളത്. ഹൈലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീ ലെവൽ അല്ലെ, ജലനിരപ്പിൽ നിന്നും 75 മീറ്റർ, ജലനിരപ്പിൽ നിന്നും 75 മീറ്റർ മുകളിലുള്ള സ്ഥലമാണ് ഹൈലാൻഡ്. ഈ ഹൈലാൻഡിലുള്ള കൃഷിയും എംപ്ലോയ്മെന്റ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ടീച്ചർ ഇനി അത് പറയുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? മിഡ്ലാൻഡ് ആണ് അല്ലേ? മിഡ്ലാൻഡ് എന്താണ്? യെസ്, സീ ലെവലിൽ നിന്നും 7.5 മീറ്ററും അതേപോലെ 75 മീറ്ററുടെ ഇടയിലുള്ള ആളാണ് മിഡ്ലാൻഡ്. മലനാട്, ഇടനാട്. ഓക്കെ, മിഡിലിൽ കിടക്കുന്ന ആളാണ് മിഡ്ലാൻഡ്. ഓക്കെ, ഹിൽ, അവിടെ വാലീസും റിവർ ബാങ്ക്സും എല്ലാം ഉണ്ട്. അപ്പൊ ആദ്യത്തെ 75 മീറ്റർ ആൻഡ് എബോവ്, രണ്ടാമത്തെ ആള് 7.5 to 75 മീറ്റർ, മൂന്നാമത്തെ ആൾ ആരാണ്? കോസ്റ്റൽ ഏരിയ. കോസ്റ്റൽ ഏരിയ എന്ന് പറയുകയാണെങ്കിൽ ജലനിരപ്പിൽ നിന്നും 7.5 വരെ ഉള്ള ഏരിയ ആണ്
കോസ്റ്റൽ ഏരിയ. അപ്പൊ ഇത് ഒരിക്കലും തെറ്റരുത്. ഓക്കെ, ഹൈലാൻഡിൽ എന്താണുള്ളത്? 75 മീറ്റർ ജലനിരപ്പിൽ നിന്നും. മിഡ്ലാൻഡിൽ എന്താണ്? 7.5 to 75 മീറ്റർ ആണ്. ദെൻ പിന്നെ ആരാണ്? കോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു 7.5 മീറ്റർ ആണ്. ഷുവർ ആയിട്ടും ഇരുന്ന് പഠിച്ചോളാം. ഈ 75 7.5 കളിയാണ് കേട്ടാ. Then define the feature of soil in Kerala. കേരളത്തിലെ സോയിലിന്റെ ഫീച്ചർ എഴുതാനാണ്. നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് ടൈപ്സ് ഓഫ് സോയിൽ ഉണ്ട്. ഏതൊക്കെയാണ്? വി ഹാവ് ലാറ്ററൈറ്റ് സോയിൽ, റെഡ് സോയിൽ അല്ലേ, എക്കൽ മണ്ണ്, അതേപോലെ ഫോറസ്റ്റ് സോയിൽ, ഇതെല്ലാം ഉണ്ട്. സോ സോയിൽ ഈസ് വൺ ഓഫ് ദ മെയിൻ ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ ദ എക്സിസ്റ്റൻസ് ഓൺ ദ ലൈഫ് ഓഫ് എർത്ത് അല്ലേ. നമുക്ക് ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് മണ്ണ് വേണം. The process of weathering rocks to form soil takes a long time. Okay, soil ആവാൻ, കല്ലുകൾ മണ്ണാവാൻ നമുക്ക് ഒരുപാട് സമയമെടുക്കും. Topography, climate, activity of plant, animals and other microorganisms contribute to soil formation. എന്തൊക്കെയാണ്? ഒരു സ്ഥലത്തിലെ ക്ലൈമറ്റ്, ടോപ്പോഗ്രഫി, അതേപോലെ റോക്ക് സ്ട്രക്ചർ, ആ മണ്ണിന്റെ സ്ട്രക്ചർ, കല്ലിന്റെ സ്ട്രക്ചർ, ആ കല്ലിന് എത്ര ഏജ്, കല്ലിന് എത്ര പ്രായമുണ്ട്, ഓക്കെ, അവിടെ ചെടികളുണ്ടോ, മൃഗങ്ങള്, മൈക്രോ ഓർഗാനിസംസ് ഒക്കെ, ഇതിന്റെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? സോയിൽ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then it is estimated that it takes more than 1,000 years for the formation of soil of 1 inch thickness. എന്താണോ സോയില് 1 ഇഞ്ച് തിക്കാവാൻ 1000 വർഷം എടുക്കുന്ന പറയണേ. ഈ മണ്ണിലാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചെറിയണത്. തെറ്റല്ലേ? അപ്പൊ നമ്മൾ ഇനി ഒരിക്കലും ഇതൊന്നും ചെയ്യരുത് കേട്ടോ. പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയരുത്. ആരെങ്കിലും വലിച്ചെറിയണം കണ്ടാൽ നമ്മൾ നോ പറയണം. ഓക്കെ, then laterite soil, red soil, alluvial soil, forest soil are main soil types in Kerala. കേരളത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിലുകൾ ഇതെല്ലാം കേരളത്തിലുണ്ട്. ഓക്കെ, ബ്ലാക്ക് സോയിൽ ആൻഡ് പീറ്റ് സോയിൽ ആർ ഓൾസോ ഫൗണ്ട് ഇൻ സം റീജിയൻ. അപ്പൊ ഈ സോയിലുകളുടെ പേര് നിങ്ങൾ എന്ത് ചെയ്യാം? ഓർത്ത് വെക്കുക. ലാറ്ററൈറ്റ് സോയിൽ, റെഡ് സോയിൽ, അലൂവിയൽ സോയിൽ, ഫോറസ്റ്റ് സോയിൽ എല്ലാം ഉണ്ട്. ഇതെല്ലാം ഓർത്ത് വെക്കുക. അപ്പൊ സോയിലിന്റെ കാര്യം പറയുമ്പോൾ എന്തൊക്കെ ആലോചിക്കണം? സോയിൽ ഉണ്ടാവുന്നത് തൗസൻഡ്സ് ഇയേഴ്സ് കഴിയുമ്പോഴാണ് 1 ഇഞ്ചിൽ അത് ഫോം ചെയ്യുന്നത്. പിന്നെ എന്താ? സോയിൽ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതമുള്ളൂ. കാരണം അപ്പോഴേ നമുക്ക് എന്തുള്ളൂ? അഗ്രികൾച്ചർ ചെയ്യാൻ പറ്റുള്ളൂ, കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളുടെ നോട്ട് ഓർത്ത് വെക്കുക. Name the government departments and system work for the management and mitigation of natural disaster. ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മൾക്ക് ഇപ്പൊ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നു. നമ്മൾ പറഞ്ഞു ഈ കേരളത്തിലെ ഇക്കോളജിക്കലി വേർണബിൾ ഏരിയാസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എന്താണ്? കുറേ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാന്ന് നോക്കാം. Kerala Revenue Disaster Management Department. Okay, then State Disaster Management Authority, District Disaster Management Authority, ഇതൊരു വേറെ അതോറിറ്റി ആണ്. Then Land and Disaster Management Institute. അപ്പം നമുക്ക് 1 2 3 4 5 5 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് മെയിൻലി വർക്ക് ചെയ്യുന്നത്. കേരള റവന്യൂ ഡിസാസ്റ്റർ ഉണ്ട്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട്, ഡിസ്ട്രിക്ട് ഉണ്ട്, സ്റ്റേറ്റ് പോലെ തന്നെ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്. ദെൻ ഡിസാസ്റ്റർ റിസ്ക് അനാലിസിസ് സെല്ലുകളും ഉണ്ട്. അപ്പം ഈ ഡിസാസ്റ്ററിന്റെ കുറച്ച് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചു വെക്കുക. ഒരു 3 എണ്ണം എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഒരു 3 എണ്ണം എങ്കിലും ഓർത്ത് വെച്ചാലാണ് നമുക്ക് സപ്പോസ് എന്തെങ്കിലും ഒരു സബ് ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. Then Kerala is a land that receives a sufficient amount of rain. There are 2 main rainy seasons in Kerala. Which are they? കേരളത്തിൽ 2 മെയിൻ റെയിനി സീസൺസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ് മെയിൻ 2 റെയിനി സീസൺ? ദാറ്റ് ഈസ് 1 കാലവർഷം, 2 തുലാവർഷം. കാലവർഷവും തുലാവർഷവും മഴ ആവാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? കാരണം എന്താണ്? മഴയായാൽ നമുക്ക് ഉറങ്ങി എണീക്കാൻ തോന്നില്ല. പക്ഷെ ഈ മഴ എപ്പോഴായിരിക്കും? മിക്കവാറും സ്കൂൾ തുറക്കണ ടൈമും
പോയിരിക്കും, അതാണ് ഒരു വിഷമം. അപ്പോൾ ഈ കാലവർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ, അല്ലെങ്കിൽ കാലവർഷം എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ്. ഓക്കെ, തുലാവർഷം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ്. കാലവർഷം എന്താണ്? സൗത്ത് വെസ്റ്റ്. കാലവർഷം സൗത്ത് വെസ്റ്റ് ആണ്. ദെൻ തുലാവർഷം നോർത്ത് ഈസ്റ്റ് ആണ്. ഇതും കൂടെ ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് എന്താ നമ്മുടെ നോ അവർ ലാൻഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നാടറിയാം എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ 4 ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതിന്നേ നാളെ ക്വസ്റ്റ്യൻ വരുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ കാണാം. അല്ലെങ്കിൽ നിങ്ങൾ ഇടയിൽ നിന്നാണ് കയറിയെങ്കിൽ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ കേൾക്കാത്ത പോർഷൻ ഒന്നും കൂടെ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കേൾക്കുക. ടീച്ചർ ഗൈഡിന്റെ പേജ് നമ്പർ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്, അതുകൊണ്ട് അതും കൂടെ റെഫർ ചെയ്യാം. ഫൈൻ. അപ്പോൾ ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. ഇതിന്നേ ക്വസ്റ്റ്യൻ വരെയുള്ളൂ. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. നിങ്ങൾ ഓണത്തിന് ടീച്ചറുടെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയില്ല, അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാരൻസിൻ്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ലിങ്ക് കൊടുക്കുക. ഓക്കെ, സോ ഐ തിങ്ക് ദ ക്ലാസ്സസ് ഹെൽപ്ഫുൾ അല്ലേ. നമുക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ വേഗം ഓടിച്ച് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നാളെ നന്നായി എക്സാം ചെയ്ത വെരി ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. അതേപോലെ നാളത്തെ എക്സാം കഴിഞ്ഞിട്ട് വരുന്ന എക്സാംസിൻ്റെയും നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വേറെ ടീച്ചർമാർ വന്ന് നമുക്ക് ക്ലാസ് നമുക്ക് എടുത്ത് തരുന്നുണ്ട് ലൈവ്. അപ്പം എല്ലാവരും അതൊക്കെ കാണാം. ഓക്കെ, സോ താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.